सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवन प्रियशन की जय। ഓം ശ്രീ മാത്രയേ നമഃ. ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ സ്കന്ദപുരാണത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. में तुमसे किनारा किया, जिनकी चाहत में तुमसे किनारा किया, फिर से उनकी मोहब्बत नहीं चाहिए। കോൺടാക്ട് നമ്പർ 9342494941. ആ ഉഷാമേ ഓർമ്മയുണ്ട്. അതുകൊണ്ട് എന്താ പറയാ, ആദ്യമായിട്ട് മഞ്ജരീസിന്റെ നമ്പറാണ് നമുക്ക് പറയേണ്ടത് അല്ലേ? അത് പറയാൻ ഞാൻ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് മഞ്ജരീസിന്റെ കോണ്ടാക്ട് നമ്പർ പറഞ്ഞു. പിന്നെ ഇനി എന്താ പറയാനുള്ളത്? മഞ്ജരീസിൽ നമുക്ക് മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് എന്തുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ആഡ് ആവാം. അപ്പം ആഡ് ആവാൻ വേണ്ടിയിട്ട് മഞ്ജരീസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തന്നാൽ മതി. നമ്മൾ ആഡ് ചെയ്യും. ഉടനെ തന്നെയൊന്നും ചിലപ്പോൾ മെസ്സേജ് നോക്കി റിപ്ലൈ കിട്ടിയെന്ന് വരില്ല. എങ്കിലും നമ്മൾ മാക്സിമം എളുപ്പത്തിൽ റിപ്ലൈ തരും. സപ്പോസ് എന്തെങ്കിലും എമർജൻസി ഉണ്ട് എന്നാണെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ നമ്പർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവരെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം രാവിലെ ഒരു 10 മണി മുതൽ വൈകുന്നേരം ഒരു 5 മണി വരെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എല്ലാവരും ഫാമിലിയാണ്. അപ്പൊ അവർക്കും അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സമയം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള ഗ്രൂപ്പ് ഉണ്ട്. അത് സൺഡേ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെയാണ് സൂം ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. അവരുടെ വ്യക്തിത്വ വികസനവും ആധ്യാത്മികമായ ഉയർച്ചയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഗുരുവായൂർ ഗുരുകുലം എന്ന ക്ലാസ് പോകുന്നത്. ഫീസ് ഒന്നുമില്ല, ഫ്രീ ആണ് ക്ലാസ്സുകൾ. പക്ഷെ നിർബന്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കമ്പൽസറി ആയിട്ട് ക്ലാസ്സിൽ കയറണം എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നമ്മുടെ മഞ്ജരീസിന്റെ ക്ലാസ് ഒക്കെ മാക്സിമം എല്ലാവരും ശരിയായ രീതിയിൽ തന്നെ ഷെയർ ചെയ്യുക. അത് ശരിയായ രീതിയിൽ എന്ന് പറയാൻ കാരണം, ആരൊക്കെയോ ഷെയർ ചെയ്തപ്പം, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തപ്പം
അവരിത് മഞ്ജരീസ് എന്ന് കണ്ടിട്ട് FBയിലൊക്കെ തേടി പിടിച്ച് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. മാതാജി ആരോ ഷെയർ ചെയ്തതാണ്, പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് പൂർണ്ണമായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ കൃത്യമായിട്ട് ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്കന്ദഷഷ്ടി ആശംസകൾ. അപ്പം എല്ലാവരും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാന്റേത് ഉണ്ടാവട്ടെ. എല്ലാ അനുഗ്രഹവും എല്ലാ ശാന്തിയും സമാധാനവും ഒക്കെ ഭഗവാൻ നൽകട്ടെ. പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും പറയാനില്ല. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നല്ല മനോധൈര്യത്തോടു കൂടി മുന്നോട്ട് ജീവിക്കുക. എത്രത്തോളം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ സാധിക്കുന്നുവോ അത്രയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ ശ്രമിക്കുക. വയലൻസ് വേണ്ട, സൈലൻസ് മതി. ഓക്കെ, കുട്ടികൾക്ക് ഇനിയും ചേരാം. അതിന് മഞ്ജരീസിലേക്കല്ല കോണ്ടാക്ട് ചെയ്യേണ്ടത്. കുട്ടികളുടെ ഗ്രൂപ്പിന്റെ അഡ്മിനായിരിക്കുന്നത് ഷൈനി മാതാജിയാണ്. നമ്മുടെ മഞ്ജരീസിന്റെ വാട്സപ്പിന്റെ അഡ്മിൻസിൽ ഒരാളാണ് ഷൈനി മാതാജി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം. മാതാജിയെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ സാധിക്കും. കാരണം എനിക്ക് അതും ഇതും എല്ലാം കൂടി നോക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പക്ഷെ കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുക്കും. അവര് എല്ലാ ആഴ്ചയിലും ഉള്ള ക്ലാസിന്റെ നോട്ട്സ് വേറെ 2 മാതാജിമാർക്ക് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ എവറി സൺഡേ 10 മിനിറ്റ് കുട്ടികൾക്ക് എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കുട്ടികൾ വരുന്നുണ്ടോ ഇല്ലേ, എന്തുകൊണ്ട് ലീവ് എടുത്തു, എന്താ റീസൺസ്, ഇനി അവരെന്തെങ്കിലും പഠന വൈകല്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളോ കാണിക്കുന്നുണ്ട് എന്ന് പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അത് ഗുരുകുലം ഗ്രൂപ്പിന്റെ ഇൻചാർജ് ഷൈനി മാതാജിയെ അറിയിക്കേണ്ടതാണ്. നല്ല വ്യക്തിത്വ വികസനത്തോടു കൂടി നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഗുരുവായൂർ മഞ്ജരീസ് ഗുരുകുലം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഒത്തിരി കുട്ടികളും ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പാരന്റ്സ് ശ്രദ്ധിക്കുക. കുട്ടികളുടെ എന്ത് തെറ്റുകൾ കണ്ടു കഴിഞ്ഞാലും മാറി എല്ലാം ഓക്കെ, എന്ത് തെറ്റുകൾ കണ്ടു കഴിഞ്ഞാലും അത് നമ്മളെ അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പം ഇതൊക്കെയുള്ളൂ. നമസ്തേ സ്വാമി, ഹരേ കൃഷ്ണ. അപ്പം എന്താ പറയാ, മറ്റു വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഇന്നും ക്ലാസ്സിൽ പറയുന്നുണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ, അത് ഇന്നും പറയുന്നു. ഓക്കെ, പിന്നെ ഇവിടെയും നാട്ടിലൊക്കെ നല്ല മഴയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൽക്കാലം ഒന്ന് ഒഴിവാക്കുക. കാരണം അത്ര രസകരമായ ഒരു കാലാവസ്ഥയല്ല ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിയുന്നതും ജീവിതത്തിൽ ചെലവ് ചുരുക്കുക. കാരണം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം, കാലാവസ്ഥ മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു, ജീവിതത്തിൽ പല പല പോരായ്മകളാണ് ഭൗതിക ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അസുഖങ്ങൾ വരുന്നു. ആദ്യമൊക്കെ ഒരു ഡോക്ടറെ കാണാൻ പോവുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു അല്ലേ മനസ്സിന്. ഞാൻ അവിടെ ചെല്ലുമ്പം ഡോക്ടർ എന്നെ വേണ്ട രീതിയിൽ ചികിത്സിച്ച് എനിക്ക് അതിന് വേണ്ട മരുന്നുകൾ പ്രിഫർ ചെയ്യും, എന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുമെന്ന്. പക്ഷെ ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് കഥ. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാൽ ഒന്ന് പുതിയ അസുഖം, 2 വന്നിട്ട് ടെസ്റ്റുകളുടെ ഒരു കൂമ്പാരമാണ് തരിക. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഭയങ്കര പേടിയാണ്. വലിയ വലിയ ടെസ്റ്റുകൾ ചെയ്ത് അതിന്റെ റിസൾട്ട് വരുന്നത് വരെ മുൾമുനയിൽ നിർത്തിച്ച് റിസൾട്ട് വരുമ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നു, ചിലപ്പോൾ ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നു. ഇങ്ങനെ പല പല ടെൻഷൻസിലൂടെയാണ് നമ്മുടെ സൊസൈറ്റി കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, അസുഖങ്ങൾ വരാതെ നോക്കുക. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് വെജിറ്റേറിയനിലേക്ക് മാറുക. ഈ മരുന്നടിച്ചിട്ടുള്ള നോൺ വെജുകളും അതുപോലെ ജങ്ക് ഫുഡുകള് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക. അസമയത്തുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഭക്ഷണത്തിന് ഒരു ക്രമീകരണം ഉണ്ടാക്കുക. ആരോഗ്യം സംരക്ഷിക്കുക. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ സ്കന്ദഷഷ്ടി പ്രമാണിച്ചിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്കന്ദപുരാണമാണ്. സ്കന്ദപുരാണത്തിൽ നമ്മൾ സംഭവ കാണ്ഡത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരോടും ചോദിക്കുന്നു, സ്കന്ദപുരാണം നിങ്ങൾക്ക് പ്രയോജനകരമാണോ? സ്കന്ദപുരാണം മനസ്സിലാവുന്നുണ്ടോ? എടുത്തിട്ട് ഇഷ്ടമാണോ സ്കന്ദപുരാണം കേൾക്കാൻ? എനിക്ക് റിവ്യൂ കിട്ടണം. കാരണം റിവ്യൂവിലൂടെ മാത്രമേ നമുക്ക് ക്ലാസ് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഞാനിവിടെ ഇരുന്ന് പറയുന്നു, നിങ്ങൾ അവിടെ ഇരുന്ന് എവിടേക്കോ ഇരുന്ന് കേൾക്കുന്നു, അതിനൊരു റിപ്ലൈ ഇല്ല. അപ്പൊ നമുക്ക് ഒരു ഇതല്ലേ, മനസ്സിലാവുന്നുണ്ടോ ക്ലാസ് എടുക്കുന്നത്? ഹാപ്പി ആണോ സ്കന്ദപുരാണത്തില്? കാരണം ഒരു കടമ തീർക്കുന്നത് പോലെ ക്ലാസ് എടുത്ത് പോവാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ എത്രത്തോളം ഫ്രീ ആയിരിക്കുന്നു അത്രത്തോളം മെന്റലി ഫിസിക്കലി ഫ്രീ ആയാൽ മാത്രമേ ഞാൻ ഇവിടെ വന്നിരുന്ന് ക്ലാസ് എടുക്കൂ.
അല്ലാതെ എടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇന്ന് വരെ ക്ലാസ് എടുത്തിട്ടില്ല. എനിക്കത് അങ്ങനെ ചെയ്യുന്നതും എനിക്കിഷ്ടമല്ല. ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം, ഇല്ലേ? എങ്കിലേ നമുക്കത് എടുക്കുമ്പോൾ ഒരു സുഖമുള്ളൂ. ഇഷ്ടമാണ് രുക്മ മാതാജി, പ്രമോദ് പ്രഭു പറയുന്ന ഇഷ്ടമാണ്. ഓക്കെ, സൂപ്പർ. രണ്ടുപേര് പറഞ്ഞാലും എനിക്ക് സന്തോഷം, ഒരാൾ പറഞ്ഞാലും എനിക്ക് സന്തോഷം. ശ്രീല പ്രഭുപാജി പറഞ്ഞിട്ടുണ്ട്, പോകുന്നവരെ കുറിച്ച് ആലോചിക്കരുത്, നിൽക്കുന്നവരെ കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്ന്. അതായത് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്കൊരു പ്രത്യേക അനുഗ്രഹം തന്നെ വേണം. അപ്പൊ അതിൽ നിങ്ങൾ എല്ലാവരും ഉറച്ചു നിൽക്കുന്നവരാണ്. ഓക്കെ, സന്തോഷം. ഒത്തിരി പേര് പറഞ്ഞു. ദിവ്യ മാതാജി, സുജാത മാതാജി, പുരുഷോത്തമൻ പ്രഭു, കലാ മാതാജി, രാജലക്ഷ്മി അമ്മ, സന്ധ്യ മാതാജി, അംബിക അമ്മ, സുധാമ്മ എല്ലാവരും പറയുന്നുണ്ട്. ശോഭ മാതാജി, ഉഷ മാതാജി, ബിന്ദു മാതാജി, കണ്ണൻ, സുജാത മാതാജി, ബിചേട്ടൻ, വിജയലക്ഷ്മി മാതാജി, അഞ്ചു മാതാജി. ഓക്കെ 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 ഓക്കെ, സന്തോഷം, ഹാപ്പി. അപ്പോൾ നമുക്ക് ഭഗവാന്റെ കാരുണ്യം, അദ്ദേഹത്തിന്റെ കൃപാകടാക്ഷം, അതുകൊണ്ടാണ് നമുക്ക് എനിക്ക് എടുക്കാനും നിങ്ങൾക്ക് മനസ്സിലാവാനൊക്കെ ഒരുപോലെ സാധിക്കുന്നത്. പ്രാർത്ഥിക്കാം തങ്കമണി മാതാജി, റിലാക്സ്, ടെൻഷൻ ആവണ്ട, ഭഗവാൻ കാത്തോളും കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് സംഭവകാണ്ഡത്തിലൂടെ കടന്നു പോകാം. ഒന്നും കൂടെ സംഭവകാണ്ഡത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശങ്കര മൗനമോചനമാണ്. അപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ചു കാമദേവൻ ഓൾമോസ്റ്റ് ഡൺ അല്ലേ, കൈലാസത്തിലെത്തിയ ഫീലാണെന്ന്. അപ്പൊ നമുക്ക് വേഗം കൈലാസത്തിലേക്ക് വണ്ടി പിടിച്ച് പോകാം. അവിടെ ആകെ കറുത്ത പുകയും പൊടിയും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. മഹാദേവൻ അങ്ങനെ നിൽക്കുന്നു. നമ്മുടെ എന്താ പറയാ, രതീദേവി, കാമദേവന്റെ ഭാര്യ രതീദേവി ഉണ്ട്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാവരും ഉണ്ട് കൈലാസത്തില്. നന്ദീശ്വരൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു സൈലന്റ് മൂഡാണ് കൈലാസത്തില്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഒരു സൈലന്റ് മൂഡില് കൈലാസം ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അടുത്തത് എന്താ സംഭവിക്കാൻ പോകുന്നത്? മഹാദേവനെ ഒന്ന് ശരിക്കൊന്ന് മനസ്സിലൊന്ന് ധ്യാനിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൗഢഗംഭീരമായിരിക്കുന്ന ആ രൂപത്തെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരൂ. എല്ലാവരും പുലിത്തോലൊക്കെ അണിഞ്ഞ് ജടയും ചന്ദ്രക്കലയും രുദ്രാക്ഷവും കൈല ത്രിശൂലവും എല്ലാം ആയി നല്ല ഒരു എന്താ പറയാ, പ്രമോദ് പ്രഭു, ആ ഒരു പ്രൗഢഗംഭീരമായിട്ട് ഭഗവാൻ ഇങ്ങനെ ജടാധാരിയായിട്ട് ഭയങ്കരം ഗാംഭീര്യത്തോടുകൂടി മൗനത്തോടുകൂടി ഭഗവാൻ നിൽക്കുകയാണ് കൈലാസത്തിൽ. ബാക്കി എല്ലാവരും തൊട്ടടുത്ത് തന്നെയുണ്ട്. നന്ദീശ്വരനുണ്ട്, എല്ലാവരും ഉണ്ട്. രതീദേവി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു അവസ്ഥ ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക, എങ്കിൽ മാത്രമാണ് സ്കന്ദപുരാണം കുറച്ചുകൂടെ മനോഹരമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. മന്മഥൻ വെന്ത് വെണ്ണീറായി കഴിഞ്ഞു. മനസ്സിലായില്ലേ? മന്മഥൻ വെന്ത് വെണ്ണീറായി കഴിഞ്ഞു. കാമമെന്ന മ്ലേച്ഛമായ ഇച്ഛാശക്തി, കാമമെന്ന വൃത്തികെട്ട എന്ന് വേണമെങ്കിൽ പറയാം, കാമമെന്ന വൃത്തികെട്ട ആ ഒരു ഇച്ഛാശക്തി അത് നശിപ്പിക്കപ്പെട്ടു. കാമമാണ് ലോകത്തെ നശിപ്പിക്കുന്നത് അല്ലെ? ആ ഒരു ഇച്ഛാശക്തി എന്നേക്കുമായിട്ട് മഹാദേവൻ നശിപ്പിച്ചു. അപ്രകാരം ഒരു സംഭവം നടന്നതായി പോലും മഹാദേവൻ ഭാവിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം നടന്നതായിട്ടേ മഹാദേവൻ മനസ്സ് കൊടുക്കുന്നേയില്ല. അങ്ങനെ ഒരു സംഭവത്തിന് ശ്രീ പരമേശ്വരൻ മൗനത്തോടു കൂടി നിൽക്കുകയാണ്. കാമമെന്ന ദുർവികാരത്തിൽ ഈശ്വരന്റെ ചിത്തത്തെ, ഹൃദയത്തെ വ്യതിചലിപ്പിച്ച് പാർവതി ദേവിയിൽ അനുരക്തനാക്കി തീർക്കാൻ വേണ്ടി, അതായത് കാമമെന്ന ദുർവികാരം കൊണ്ട് മഹാദേവന്റെ മനസ്സിൽ കാമം നിറച്ചിട്ട് മഹാദേവനെ പാർവതി ദേവിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ച ആ ഒരു സംഭവമാണ് ഇത്രയും വലിയൊരു കാരണം അവിടെ ഉണ്ടാക്കിയത്. കുമാരസംഭവം എന്ന ഇഷ്ടസിദ്ധി നേടിയെടുക്കാമെന്ന് കരുതിയ ദേവന്മാരുടെ മോഹമെല്ലാം തീർന്നു, വ്യാമോഹമായി പോയി. വിവേകികളായ ദേവന്മാർ പോലും സ്വാർത്ഥരാണെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. ഈ സംഭവത്തോടു കൂടി മനസ്സിലാക്കാം. ആ സ്വാർത്ഥ സാധ്യതകൾക്ക് വേണ്ടി, സ്വാർത്ഥത നിറഞ്ഞ ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇവിടെ ദേവന്മാര്. അവർ സ്വീകരിച്ചു വന്ന ആ തെറ്റായ മാർഗങ്ങളെല്ലാം തന്നെ മഹേശ്വരന്റെ സന്നിധാനത്തിൽ
കത്തി നശിച്ചു, ചാരമായി തീർന്നുപോയി. അതിന് ഉത്തമ ഉദാഹരണമാണ് കാമദേവ ദഹനം. ആ ഒരു തെറ്റായ ചിന്താഗതികളെ എല്ലാം തന്നെ മഹാദേവൻ കത്തിച്ചു ചാമ്പലാക്കി കളഞ്ഞു. അതിനാണ് കാമദേവ ദഹനം എന്ന് പറയുന്നത്. ഭക്തി എന്ന നേരായ മാർഗം വെടിഞ്ഞ്, ഭക്തി എന്ന നേരായ മാർഗം ഉപേക്ഷിച്ചിട്ട് തെറ്റായ വഴിയിൽ കൂടി ഈശ്വരന്റെ നേരെ അടുത്തിട്ട് കാര്യസിദ്ധി നേടിയെടുക്കാമെന്ന് കരുതിയ ദേവന്മാരുടെ പ്രതീക്ഷയെല്ലാം നശിച്ചുപോയി. അവർക്ക് മനസ്സിന് മാറ്റം വേണം. ഒരിക്കലും തെറ്റായ മാർഗങ്ങളിലൂടെ ഈശ്വരന്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. അങ്ങനെ ചിന്തിച്ച ദേവന്മാരുടെ ചിന്തകളെല്ലാം തെറ്റിപ്പോയി, അവരുടെ ലക്ഷ്യമേ തെറ്റിപ്പോയി. അവർക്ക് മനസ്സ് മാറി, അറിവ് വന്നു, വിവേകമുണ്ടായി, ജ്ഞാനം ഉദിച്ചു അവരുടെ മനസ്സിൽ, ദേവന്മാരുടെ മനസ്സിൽ. ഭക്തിമാർഗത്തിൽ കൂടി സർവേശ്വര പ്രീതി നേടിയെടുക്കുന്നതിനായി ഭഗവാനോട് അടുക്കുമ്പം, മഹാദേവനോട് അടുക്കുമ്പം ഭക്തിമാർഗത്തിലൂടെ മാത്രമേ ഭഗവാനോട് അടുക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു മാർഗത്തിലൂടെയും മഹേശ്വര സന്നിധിയിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് ദേവന്മാർക്ക് ഉത്തമ ബോധ്യമായി. അങ്ങനെ ഭക്തിമാർഗത്തിലൂടെ ഭഗവാന്റെ അടുത്തേക്ക് അടുക്കാൻ വേണ്ടി ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും തന്നെ കൈലാസാദ്രിയിൽ ചെന്നിട്ട് ശ്രീ പരമേശ്വര പാതാര വിന്ദങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മഹാദേവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മനസ്സിലായി, ഒരിക്കലും തെറ്റായ മാർഗത്തിലൂടെ മഹേശ്വരനെ സമീപിക്കാനാവില്ല. ശരിയായ ശുദ്ധമായ ഹൃദയത്തോടുള്ള ഭക്തിയോടുകൂടി മാത്രമേ മഹാദേവന്റെ സന്നിധിയിലേക്ക് പോകാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയതോടുകൂടി ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും കൈലാസത്തിലേക്ക് ചെന്ന് മഹേശ്വരനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയ വിശുദ്ധിയോടുകൂടിയുള്ള ബ്രഹ്മാദി ദേവന്മാരുടെ ഉള്ളറിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയിൽ മഹാദേവന്റെ, സച്ചിന്മയനായിരിക്കുന്ന മഹാദേവന്റെ മനസ്സലിഞ്ഞു. അത്രയുള്ളൂ മഹാദേവൻ. ക്ഷിപ്രപ്രസാദി എന്ന് മഹാദേവനെ വിളിക്കാൻ കാരണം ഇതാണ്. അദ്ദേഹം പെട്ടെന്ന് പ്രസാദിക്കും. സന്തുഷ്ടനായി മഹാദേവൻ മൗനനിഷ്ഠ വ്രതത്തിൽ നിന്ന് മഹാദേവൻ ഉണർന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. ബ്രഹ്മാദി ദേവന്മാർക്കെല്ലാം നേരെ മഹാദേവനെ സ്തുതിച്ചാൽ മതി. കൈലാസത്തിൽ പോലും പോകേണ്ട, അവരിയ്ക്കുന്ന ഇടത്തിരുന്നിട്ട് മഹാദേവനെ ഹൃദയത്തോടു കൂടി ഒന്ന് സ്തുതിച്ചാൽ മതി. മഹാദേവൻ ആ കാര്യം നിവർത്തിച്ചു കൊടുക്കും. പക്ഷേ അവര് വേറെ വഴിയിലൂടെ, തെറ്റായ വഴിയിലൂടെ കാമബാണം ഉപയോഗിച്ചിട്ട് പാർവതീ ദേവിയോടൊരു അടുപ്പമുണ്ടാക്കാം മഹേശ്വരന്റെ മനസ്സിൽ എന്ന് ചിന്തിച്ചു. അതാണ് തെറ്റായി പോയത്. അങ്ങനെയുള്ള കുറുക്ക് വഴികളൊന്നും മഹാദേവന്റെ അടുത്ത് നടക്കില്ല. മഹാദേവനെ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഹാദേവൻ സമീപസ്ഥനാണ്. അത് മനസ്സിലാക്കാൻ ബ്രഹ്മാദി ദേവന്മാർ വൈകിപ്പോയി. അപ്പോ അവര് നേരെ ചെന്ന് കൈലാസാദ്രിയിൽ ചെന്ന് മഹേശ്വരനെ സ്തുതിച്ചപ്പോൾ, ഹൃദയം നൊന്ത് സ്തുതിച്ചപ്പോൾ മഹാദേവൻ മൗനനിഷ്ഠ വ്രതം വെടിഞ്ഞു. കാവൽ ദേവനായ നന്ദീശ്വരനെ അടുത്ത് വിളിച്ചിട്ട് ബ്രഹ്മാദി ദേവന്മാരെ അദ്ദേഹത്തിന്റെ സന്നിധാനത്തിലേക്ക് കൊണ്ടുവരാൻ ചന്ദ്രചൂഡൻ കൽപ്പിച്ചു. നന്ദികേശ്വരനോട് പറഞ്ഞു, നന്ദി, ആ ബ്രഹ്മാദി ദേവന്മാരെ എല്ലാം എന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. പരമേശ്വര ദർശനം ലഭിച്ച ബ്രഹ്മാദി ദേവന്മാർ എന്ത് ചെയ്തു? പവിത്രമായിരിക്കുന്ന ഈശ്വരന്റെ പാദകമലങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. വേദനയോടുകൂടി, വിഷമത്തോടുകൂടി അവരുടെ ജീവിത യാതനകളെ കുറിച്ച്, കഷ്ടതകളെ കുറിച്ച് അവർ സർവേശ്വരനോട് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ബ്രഹ്മാവ് പറയുകയാണ്, മഹേശ്വര, ആശ്രിത വത്സലനായിരിക്കുന്ന അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനായ പിതാവാണ്. ഭക്തിനിഷ്ഠയോടെ അവിടുത്തെ പാദങ്ങളെ സേവിച്ചു പോരുന്ന ഞങ്ങൾക്ക് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു ലോകനാഥ. അതെല്ലാം ഞങ്ങൾക്ക് സംഭവിച്ചു കാണുമായിരിക്കാം, സംഭവിച്ചു. അവിടുത്തെ കൃപാകടാക്ഷം കൊണ്ട് ഞങ്ങൾക്ക് സിദ്ധിച്ചിരുന്ന സുഖഭോഗങ്ങളിൽ മൂഢരായ ഞങ്ങൾ അഹങ്കരിച്ചിട്ടുമുണ്ടാവാം. ഞങ്ങളുടെ തെറ്റിനും അഹങ്കാരത്തിനുമുള്ള പരമാവധി ശിക്ഷ ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു മഹാദേവ. ദയാപരനായിരിക്കുന്ന അവിടുന്ന് അറിയാതെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിച്ച് രക്ഷിച്ച് ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് അപേക്ഷിക്കുകയാണ് മഹാദേവ. ദേവേന്ദ്രൻ പറഞ്ഞു, ദേവദേവ, അവിടുന്ന് കനിഞ്ഞു നൽകിയ വരപ്രസാദ സിദ്ധികളിൽ അഹങ്കാരിയായി തീർന്നിരിക്കുകയാണ്
സത്യധർമാദികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവദേവ. പ്രായത്തെ പോലും ബഹുമാനിക്കാതെ ശ്രീനാരായണനെ കൊണ്ടും ബ്രഹ്മാദി ദേവന്മാരെ കൊണ്ടും താപസ ശ്രേഷ്ഠന്മാരെ കൊണ്ടും ശൂരപത്മാസുരൻ അടിമവേലകൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഗത് മാതാവായിരിക്കുന്ന ഉമാദേവിയെ പിരിഞ്ഞ് അവിടുന്ന് അനുഷ്ഠിച്ചു പോരുന്ന മൗനാനിഷ്ഠവ്രതം നിമിഷങ്ങൾ മാത്രമേയുള്ളൂ അവിടത്തേക്ക് അനുഭവപ്പെടുന്നുള്ളൂവെങ്കിലും ഞങ്ങൾക്കത് പല പല യുഗങ്ങളാണ് മഹാദേവ. പാർവതീദേവിയെ പിരിഞ്ഞുകൊണ്ട് അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന മൗനവ്രതം അങ്ങേക്ക് നിമിഷങ്ങളായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കത് യുഗങ്ങളാണ് മഹാദേവ. തിരുവുള്ളം കനിഞ്ഞരുളി ഇനിയും വൈകിയാൽ അവിടുത്തെ പാദസേവകരായ ഞങ്ങൾ അസുരന്മാരുടെ ആക്രമണങ്ങളാൽ ഒന്നുമില്ലാതായി തീരും മഹാദേവ. തിരുവുള്ളം കനിഞ്ഞാലും ലോകനാഥ. വീണ്ടും ബ്രഹ്മദേവൻ പറയുകയാണ്, സൃഷ്ടി സ്ഥിതി സംഹാരം ശാപം അനുഗ്രഹം എന്ന പഞ്ചകർമ്മങ്ങൾക്ക് അധിപതിയായിരിക്കുന്ന കൃപാനിധേ, അവിടുന്ന് ചെയ്തു പോരുന്ന ലീലകൾ മൂലകാരണങ്ങളായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കാരണവും കാര്യവും ആദിമത്യാന്ത വിഹീനനായ അവിടുന്ന് തന്നെയാണ്. ദുഷ്ടനിഗ്രഹ രക്ഷണാർത്ഥം അവിടുന്ന് മൗനനിഷ്ഠ വെടിഞ്ഞ് ശ്രീ പാർവതി ദേവിയെ പരിണയിച്ച് കുമാരസംഭവം എന്ന മഹത്കൃത്യം നിർവഹിച്ച് ലോകരക്ഷ ചെയ്തു കൊള്ളുമാറാകണേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ബ്രഹ്മദേവന്റെയും ദേവേന്ദ്രന്റെയും മാറി മാറിയുള്ള സംസാരങ്ങളെല്ലാം കേട്ടപ്പോ മഹാദേവൻ പറഞ്ഞു, ബ്രഹ്മാദിദേവന്മാരെ, ദുഃഖം വെടിഞ്ഞാലും ദുഷ്ടനിഗ്രഹ ശിഷ്ടരക്ഷണാർത്ഥം കുമാരസംഭവത്തിനായി ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിച്ചു വരുന്ന മരതക വല്ലിയെ നാം പരിണയിക്കുന്നതാണ്. നിങ്ങൾക്ക് നല്ലതു ഭവിക്കട്ടെ. പ്രസന്നവദനായിരിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യം ലഭിച്ച രതീദേവി തന്റെ ഭർത്താവിന്റെ ദുഃഖമകറ്റി സമാധാനം നൽകുന്നതിനായി ഈശ്വരനോട് അപേക്ഷിക്കുകയാണ്. രതീദേവി ചോദിച്ചു. മഹാദേവൻ ഇത് ബ്രഹ്മദേവനോടും ദേവേന്ദ്രനോടും പറഞ്ഞതിന് ശേഷം രതീദേവി പറഞ്ഞു, ദയാപര, ദേവന്മാരുടെ നന്മയ്ക്കു വേണ്ടി അവരാൽ പ്രേരിപ്പിക്കപ്പെട്ട് അതുകൊണ്ട് മാത്രമാണ് എന്റെ നാഥൻ കൈലാസാദ്രിയിലേക്ക് വന്നത്. അവിടുത്തെ തിരുവുള്ളത്തിൽ മോഹം ജനിപ്പിക്കുന്നതിനായി പുഷ്പബാണങ്ങൾ പ്രയോഗിച്ചതും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. നിരപരാധിയെങ്കിലും ഈശ്വര നിന്ദ ചെയ്യേണ്ടി വന്ന എന്റെ നാഥന്റെ തെറ്റുകുറ്റങ്ങൾ പൊറുത്ത് മറുജന്മം നൽകി ഈ എളിയവൾക്ക് മംഗല്യ സൗഭാഗ്യ ദീക്ഷ പ്രദാനം ചെയ്ത് ധന്യവതിയാക്കി തന്നാലും ദേവദേവ. മഹാദേവൻ പറഞ്ഞു രതീദേവിയോട്, രതീദേവി, നാം പർവ്വതരാജപുത്രിയെ പരിണയം ചെയ്യുന്ന തരുണത്തിൽ മന്മഥന് പുനർജന്മം സിദ്ധിക്കുന്നതാണ്. ഭക്തന്മാർക്ക് ആശിസും അഭയവും നൽകിയ ശ്രീ പരമേശ്വരൻ അപ്രത്യക്ഷനായി. തങ്ങളുടെ ദുഃഖങ്ങൾക്കെല്ലാം അവസാനം വരുന്ന കാലം ദൂരെയല്ല. ആ സന്തോഷത്തോടുകൂടി ദേവന്മാരെന്ത് ചെയ്തു? അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോയി. തന്റെ ഭർത്താവിന് ജന്മം തിരിച്ചു ലഭിക്കുമെന്ന സന്തോഷത്തോടുകൂടി മംഗല്യവതിയാക്കി രതീദേവിയെ അനുഗ്രഹിച്ച് ധന്യയാക്കിയ ആ ഒരു ആശ്രിത വത്സലനായിരിക്കുന്ന മഹാദേവനെ ധ്യാനിച്ചുകൊണ്ട്, സർവേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് രതീദേവി എന്ത് ചെയ്തു? കൈലാസാദ്രിയുടെ താഴ്വരയില് ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് മഴമേഘങ്ങളെ കാത്ത് പരിതപിച്ചു നിൽക്കുന്ന ഒരു മയൂരത്തെ പോലെ, ഒരു മയിലിനെ പോലെ ശ്രീ പാർവതിയുടെ പരിണയ നാള്, അതായത് മഹാദേവൻ ശ്രീ പാർവതി ദേവിയെ കല്യാണം കഴിക്കുന്ന ആ ദിവസവും കാത്ത് രതീദേവി തപസ് അനുഷ്ഠിച്ചുകൊണ്ടേയിരുന്നു. കാരണം എന്താ? മഹാദേവൻ പാർവതി ദേവിയെ കല്യാണം ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ കാമദേവന് പുനർജന്മം ലഭിക്കുന്നത്. ശിവജ്ഞാനബോധമെന്ന തത്വാർത്ഥ പൊരുൾ മനസ്സിലാക്കിയ സനകാദി മഹർഷിമാരെന്ത് ചെയ്തു?
നന്ദിയോടുകൂടി കൃതജ്ഞതയോടുകൂടി ഈശ്വര പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ശ്രീ ഗംഗാധരദേവനെ തൊഴുതു നിന്നു. മഹാദേവൻ പറഞ്ഞു, സനകാദി കുമാരന്മാരെ, ശിവജ്ഞാന ബോധ തത്വം വാക്കുകൾക്ക് അതീതമാണ്. ശിവജ്ഞാന ബോധ തത്വം അത് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. മത മാത്സര്യാദി ദുർഗുണങ്ങളെല്ലാം വിട്ട് മൗനം പാലിച്ച് ഏകാഗ്രമായിരിക്കുന്ന മനസ്സോടുകൂടി ഏകഭാവത്തിൽ നമ്മെ ദർശിക്കുന്നതാണ് ശിവജ്ഞാന ബോധം എന്ന് പറയുന്നത്. മനസ്സിലായോ? മഹാദേവൻ പറയുന്നു സനകാദി കുമാരന്മാരോട്, സനകാദി കുമാരന്മാരെ, ശിവജ്ഞാന തത്വബോധം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. പിന്നെയോ മതം മത്സരാദി ദുർഗുണങ്ങളെല്ലാം, അഹങ്കാരം, ധിക്കാരം, അസൂയ, വെറുപ്പ്, വിദ്വേഷം, ഇങ്ങനെയുള്ള ഞാനെന്ന ഭാവം ഇതെല്ലാം വിട്ട് ഹൃദയം നന്നാക്കി മൗനനിഷ്ഠ പാലിച്ച്, മൗനം പാലിച്ച് എവിടെ സംസാരിക്കണമോ അവിടെ മാത്രം സംസാരിച്ച്, വാക്കുകൾ കുറച്ച് മൗനത്തിലൂടെ സംസാരിച്ച്, കൊടുക്കേണ്ട ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ട ചോദ്യത്തിന് മാത്രം ഉത്തരം കൊടുത്തിട്ട് നിഷ്ഠയോടുകൂടിയുള്ള ഒരു ജീവിതം നയിച്ചിട്ട് ഏകാഗ്രമായിരിക്കുന്ന മനസ്സോടുകൂടി ഏകഭാവത്തിൽ ആരാണോ മഹാദേവനെ കാണുന്നത് അതാണ് ശിവജ്ഞാന ബോധം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കരുത്. നമുക്ക് ശരി എന്ന് തോന്നുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം കൊടുക്കുക. എല്ലാത്തിനും വളവളവളവളവളേന്ന് പറഞ്ഞ് ഉത്തരം കൊടുക്കരുത്. നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്ത് വാക്കുകളും എന്ത് ചോദ്യങ്ങളും ആരിൽ നിന്ന് വന്നാലും മൗനം പാലിക്കുക. അമിതമായി ഭൗതിക ബന്ധങ്ങളിൽ തലവെക്കാതിരിക്കുക. നമുക്കെല്ലാം വേണം, വേണ്ടാന്നല്ല, എല്ലാത്തിനും പരിമിതികൾ ഉണ്ടാവണം. അമിതമായി നമ്മൾ ആരിൽ പോയിട്ട് നമ്മൾ എന്താ പറയാ ബന്ധം വെച്ചാലും അത് പിന്നീട് നമുക്ക് ദോഷമായി തീരും. നമ്മൾ അറിയാതെ നമുക്ക് ചുറ്റും അവരൊരു ലക്ഷ്മണ രേഖ തീർക്കും. എന്നിട്ട് നമ്മളെ അവരതിൽ വെക്കും. പിന്നെ നമ്മളെല്ലാം അവരോട് ഡെഡിക്കേറ്റഡ് ആയിപ്പോ. നമുക്കൊരു വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെ ആയിപ്പോ. അങ്ങനെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമില്ലാതെ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല, അല്ലെ? ഇപ്പോ അച്ഛനമ്മമാരോട് മക്കൾ കടപ്പെട്ടിരിക്കുന്നത് പോലെയോ, മക്കൾ അച്ഛനമ്മമാരോട് കടപ്പെട്ടിരിക്കുന്നത് പോലെയോ, ഭാര്യ ഭർത്താവിനോട് കടപ്പെട്ടിരിക്കുന്നത് പോലെയോ, ഭർത്താവ് ഭാര്യയോട് കടപ്പെട്ടിരിക്കുന്നത് പോലെയോ അല്ല. ആ ബന്ധങ്ങളിൽ പോലും നമുക്ക് എന്ത് വേണം? വ്യക്തി സ്വാതന്ത്ര്യം വേണം. തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കുന്ന ഒരു ചൊല്ലുണ്ട് പഴമക്കാർക്ക്, അല്ലെ? ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിലും എല്ലാവരുടെ ജീവിതത്തിലും ഇടപെടാൻ കഴിയില്ല. അവർക്ക് അവരുടേതായ സ്വകാര്യങ്ങളുണ്ട്, അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് പിന്നീട് നമുക്ക് ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത വല്ലാത്തൊരു ഇറിറ്റേഷൻ മെന്റാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. മനസ്സിലാവുന്നുണ്ടോ? ചെറുപ്പകാലങ്ങളിൽ നമ്മളിപ്പോ സ്കൂളിൽ നിന്ന് വരാൻ നേരം വൈകിയാൽ, അല്ലെ കോളേജിൽ നിന്ന് വരാൻ നേരം വൈകിയാൽ നമ്മളോട് അച്ഛനും അമ്മ എന്താ ചോദിക്കുക? എന്താ നീ ഇത്ര നേരം വൈകിയത്, എവിടെയായിരുന്നു എന്ന് ചോദിക്കും. ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകുന്ന സമയത്ത് അവരെന്താ ചോദിക്കുക? എങ്ങോട്ടാ, എവിടെ പോന്നു, എന്തിനു പോന്നു എന്ന് ചോദിക്കും. പക്ഷെ ഇപ്പോ നമ്മളൊന്ന് നേരം വൈകിയാലോ, ഈ ഒരുപാട് വൈകിട്ടാ വന്നത്, ചായ കാപ്പി എന്തേലും വേണോ, കഴിച്ചോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ വൈകുന്നല്ലോ, എന്താ കാണാത്ത, എന്തെങ്കിലും ജോലി തിരക്കുണ്ടാവും. ഇതാണ് നമ്മുടെ പ്രായത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇതേ സമയം നമുക്ക് ഇറിറ്റേഷൻ തരുന്ന രീതിയിൽ നമ്മൾ ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളിൽ ചെന്നുപെട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ലെഫ്റ്റ് പോകേണ്ടത് റൈറ്റ് പോകേണ്ടി വന്നിരിക്കാം. നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ചിലപ്പം ഇന്ന് രാവിലെ നമ്മളിപ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ പറയും, ഞാൻ നാളെ ഇവിടെ പോവാണ്, എല്ലാം പറഞ്ഞ് ഉറപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലായിരിക്കും നമുക്ക് അടുത്ത ഫോൺ വരുന്നത്, അങ്ങോട്ടല്ല പോകേണ്ടത് ഇങ്ങോട്ടാ പോകേണ്ടതെന്ന്.
ഉടനെ നമുക്കത് നമ്മുടെ പ്ലാൻ എല്ലാം മാറി, ചിലപ്പോൾ പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റില്ല, ചിലപ്പോൾ നമ്മൾ ലെഫ്റ്റ് പോവും, ചിലപ്പോൾ റൈറ്റ് പോവും. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിബന്ധങ്ങളിൽ ചെന്ന് പെട്ടാൽ പിന്നെ ഇതെല്ലാം വന്നിട്ട് ആകെ പ്രശ്നമാവും, നമ്മളെ വല്ലാതെ മെന്റൽ ടോർച്ചർ ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം അത് റിഫ്ലക്ട് ചെയ്യും, നമ്മുടെ മനസ്സാകെ ഡിസ്റ്റർബ്ഡ് ആവും അല്ലെ, ആകെ മൊത്തം നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവും, നമുക്ക് ഇറിറ്റേഷൻ ആവും. അപ്പൊ നമ്മളെ ജീവിതത്തിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും നമ്മുടെ എന്താ പറയാ ജപത്തിലും വായനയിലും നമ്മുടെ എല്ലാത്തിലും ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് റിഫ്ലക്ട് ചെയ്യും. എല്ലാത്തിലും അതുപോലെ ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് നമ്മളൊരു മെന്റലി ഇറിറ്റേറ്റഡ് ആവുന്നതിനേക്കാൾ നല്ലത് ഉത്തരം കൊടുക്കണം എന്ന് തോന്നുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം കൊടുക്കുക, ബാക്കി സമയം മൗനമായിട്ടിരിക്കുക. ആ മൗനതയിൽ നമ്മൾ ജപിച്ചാൽ മതി. ജപിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുക, നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും തരുന്ന, നമ്മുടെ മൗനത്തെ പോലും മനസ്സിലാക്കുന്ന ബന്ധങ്ങൾ നമുക്ക് എന്നും ഒരു ബലമാണ്. മനസ്സിലായോ? അല്ലാതെ ഒരു 10 ദിവസം വിളിച്ചില്ല, ഒരു 5 ദിവസം കണ്ടില്ല എന്ന് ഓർത്തിട്ട് വിട്ടിട്ട് പോണ ബന്ധങ്ങളാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കണം. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സത്സംഗത്തിലൂടെ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈശ്വരനോട് അടുക്കാൻ ശ്രമിക്കുക, അതിന് ഏറ്റവും നല്ലത് ജപമാണ്. മനസ്സിലായോ? ജപത്തിലൂടെ മാത്രമേ നമുക്ക് ഉയരാൻ സാധിക്കൂ. ഉയർന്ന് ആത്മീയ ഉന്നതി ഉണ്ടായാലേ നമുക്ക് ഭൗതിക സമാധാനം ലഭിക്കൂ. ആത്മീയമായി വളരുമ്പോൾ ഭൗതികമായി സമാധാനം ലഭിക്കും. ഭൗതികതയിൽ സമാധാനം ഇല്ലെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല, ഇല്ലേ? ഈ ലോകത്ത് നമുക്ക് എല്ലാം ഉണ്ടായിട്ട് മനസമാധാനം ഇല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഓടുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് വേണ്ടത് ഈ ലോകത്ത് മനസമാധാനമാണ്. അതിന് ഏറ്റവും നല്ലത് മൗനമാണ്. ആ മൗനത്തെ കുറിച്ചാണ് മഹാദേവൻ ഇവിടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്താ പഠിപ്പിച്ചു തരുന്നത്? മതമാത്സര്യാദി ദുർഗുണങ്ങളെല്ലാം വിട്ട് മൗനം പാലിച്ചിട്ട് ഏകാഗ്രത ചിത്തമായിരിക്കുന്ന മനസ്സോടുകൂടി ഏകഭാവത്തിൽ നമ്മെ ദർശിക്കുന്നതാണ് ശിവജ്ഞാന ബോധം എന്ന് പറയുന്നത്. ഈ വലിയ വലിയ യോഗികളെയൊക്കെ കണ്ടിട്ടില്ലേ? അവരെപ്പോഴും നിശബ്ദമായിരിക്കും, ഒരു പുഞ്ചിരി മാത്രമായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് എന്താ, അവർക്ക് ഒരുപാട് ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഭൗതികമായിരിക്കുന്ന ദുരിതങ്ങളില്ല. മറ്റുള്ളത് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷ്മണ രേഖ വരച്ച് നമ്മളെ അതിലിട്ടിട്ട് ഭൗതിക ബന്ധങ്ങളാൽ മൂടപ്പെട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഓരോ ജന്മത്തിനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിലൂടെ മുന്നേറാൻ സാധിച്ചാൽ മാത്രമാണ് നമ്മുടെ ജന്മം പൂർത്തിയാവുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് തപോ നിരീക്ഷണമാണ്. എന്താണ് തപോ നിരീക്ഷണം? മഹാദേവനുമായി കൂടുതൽ ബന്ധപ്പെടുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് മൗനം, ജ്ഞാനം, ഏകാഗ്രത, തപസ്. ഈ 4 കാര്യങ്ങൾ മഹാദേവനുമായി അടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കിട്ടും. ഇനി അടുത്തത് തപോ നിരീക്ഷണമാണ്. എന്താണ് തപോ നിരീക്ഷണം? മൗനനിഷ്ഠയെല്ലാം മാറി ശ്രീ പരമേശ്വരൻ എന്ത് ചെയ്തു? സനകാദി മഹർഷി കുമാരന്മാരോട് അവരെല്ലാം യാത്ര അയച്ചു. മൗനമെല്ലാം വെടിഞ്ഞ് മഹാദേവൻ സനകാദി കുമാരന്മാർക്ക് ജ്ഞാനമെല്ലാം പകർന്നു കൊടുത്തിട്ട് അവരെ യാത്ര അയപ്പിച്ചു. എന്നിട്ടോ തന്നെ ഓർത്ത് ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന ശ്രീ പാർവതീദേവിയുടെ യഥാർത്ഥമായിരിക്കുന്ന ഭക്തിയും മഹാദേവനോടുള്ള സ്നേഹവും പ്രപഞ്ചവാസികളെ, ഈ ലോകത്തിലിരിക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്തണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. മനസ്സിലായോ? ഭഗവാൻ എന്താ തീരുമാനിച്ചത്? തന്നെ ഓർത്തിട്ട്, മഹാദേവനെ ഓർത്തിട്ട് ശ്രീ പാർവതി അവിടെ തപസ് ചെയ്യുകയാണ്. ആ ദേവിയുടെ സ്നേഹവും തപസ്സും എല്ലാം ഈ ലോകത്തിനൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് വിചാരിച്ചു. നാമമോ രൂപമോ ഭാവമോ ഇല്ലാത്ത ഭഗവാന്, നാമമില്ല, രൂപമില്ല, ഭാവമില്ല, ഈ 3ഉമില്ലാത്ത ശ്രീ ഗംഗാധരൻ അതിനായിട്ട് ഒരു വേഷം ധരിച്ചു. ഭഗവാൻ ഒരു പുതിയ വേഷം ധരിച്ചു. എന്താണ്? പുലിത്തോലുടയാടകളെ എല്ലാം ഉപേക്ഷിച്ചു ഭഗവാൻ. പെർമനന്റ് ആയിട്ടുള്ള കേട്ടോ, ദേവിയുടെ ആ ഒരു ഇത് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, സ്നേഹം കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്താ ചെയ്തത്? പുലിത്തോലുടയാടകളെ എല്ലാം ഉപേക്ഷിച്ച ശ്രീ പരമേശ്വരൻ എന്ത് ചെയ്തു? കാവി വസ്ത്രം ധരിച്ചിട്ട് ജഡമുടികളെല്ലാം ഉപേക്ഷിച്ച് ഭഗവാൻ നെറുകയിൽ ഒരു കുടുമ ധരിച്ചിട്ട് അതിന്റെ അറ്റം അവിടെ കെട്ടിയിട്ടിട്ട് സ്വയം പ്രകാശം ഉപേക്ഷിച്ച ചന്ദ്രചൂടൻ ധരണി മുഴുവനും, അതായത് ഭഗവാൻ സ്വയം പ്രകാശിതനാണ്, ആ പ്രകാശമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ഭൂമി മുഴുവൻ ഭഗവാൻ എന്താ ചെയ്തത്? നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ തന്റെ ഭൂമി മുഴുവൻ നിൽക്കുകയാണ്. ആ രൂപമെല്ലാം ഭഗവാൻ മാറ്റിയിട്ട് ആ ഭഗവാൻ, ക്ഷമിക്കണം, നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്, മഴ കാരണം ഇടയ്ക്ക് കട്ടായത്.
അങ്ങനെയുള്ള ഭഗവാന്റെ ആ വലിപ്പമെല്ലാം കുറച്ചിട്ട് ഒരു വൃദ്ധ ബ്രാഹ്മണനെ പോലെ ഭഗവാൻ മാറി. ഒരു വൃദ്ധ ബ്രാഹ്മണനായി ഭഗവാൻ മാറി. മുപ്പിണിയേറ്റി മുറുക്കിയെടുത്ത പൂണൂൽ ഭഗവാൻ തന്റെ മാറിടത്തിൽ ചാർത്തി. ഭഗവാൻ ഒരു പൂണൂലെടുത്ത് ചാർത്തി. ദണ്ടും കമണ്ഡലവും കൈകളിലേക്ക് പിടിച്ചു. ഭഗവാൻ വെയിലും മഞ്ഞും ഏൽക്കാതിരിക്കാനായി ഒരു ഓലക്കുടയെടുത്ത് പിടിച്ചു. ഒരു വൃദ്ധ ബ്രാഹ്മണനായി മാറിയിട്ട് പൂണൂലൊക്കെ ഇട്ടിട്ട് വെയിലും മഴ ഏൽക്കാതിരിക്കാൻ ഒരു ഓലക്കുടയും കൂടി ഭഗവാൻ കയ്യിലെടുത്ത് പിടിച്ചു. എന്നിട്ടോ വാർദ്ധക്യാധിക്യത്താൽ, അതായത് അത്രയും പ്രായമുള്ള രീതിയില് നടുങ്ങുന്ന ശരീരത്തിന്, വിറയ്ക്കുമല്ലോ പ്രായമാകും, അങ്ങനെയുള്ള വിറയ്ക്കുന്ന ശരീരത്തിന് താങ്ങുകോലായിട്ട് ആ ശരീരം വിറക്കാതിരിക്കാൻ വേണ്ടി ഒരു എന്ത് വെച്ചു, കയ്യിലൊരു ഊന്നുവടിയും പിടിച്ചു ഭഗവാൻ ശ്രീ പരമേശ്വരൻ. എന്നിട്ട് നേരെ ഹിമാലയത്തിലേക്ക് വന്നു. ഹിമവത് പ്രാന്തത്തിൽ എത്തിച്ചേർന്നു എന്നാ പറയുന്നത്. ഒന്നും അറിയാത്ത സർവ്വസാധാരണമായിരിക്കുന്ന ഒരു ബ്രാഹ്മണനെ പോലെ പാർവതി ദേവി തപസ്സനുഷ്ഠിക്കുന്ന ആ പർണശാല തിരക്കി അതെവിടെ എന്ന് അന്വേഷിച്ച് ഭഗവാൻ എന്ത് ചെയ്ത്, വൃദ്ധ ബ്രാഹ്മണനായി പർണശാലയ്ക്ക് മുമ്പിൽ വന്നു നിന്നു ഭഗവാൻ. എന്നിട്ടോ ഊന്നുവടിയോടെ സഹായത്തോടെ നടക്കാൻ കഴിയാതെ വേച്ച് നടന്നു വരുന്ന ആ ശിവയോഗിയെ കണ്ട പാർവതി ദേവിയുടെ സഖിമാർ ഓടിച്ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്നിട്ട് പർണശാലയുടെ തണലില് ഒരു പീഠത്തിലിരുത്തി അവരെ, ആ വൃദ്ധ ബ്രാഹ്മണനെ സൽക്കരിച്ചു. പരിചരണം കൊടുത്തു. പരിചരണത്താൽ ക്ഷീണമെല്ലാം മാറി ആ ശിവയോഗിയോട് സഖിമാർ ചോദിച്ചു, അങ്ങ് എന്തേ ഇവിടെ വരെ വന്നു എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് അങ്ങ് ഇവിടം വരെ വരാനുള്ള കാരണം എന്ന് ചോദിച്ചു. അപ്പോ സഖി ചോദിക്കുകയാണ് വൃദ്ധ ബ്രാഹ്മണനോട്, ബ്രാഹ്മണ ശ്രേഷ്ഠ, മുതിർന്ന അനുഭവങ്ങളും തികഞ്ഞ ഈശ്വരഭക്തിയുമുള്ള ശിവയോഗിയായ അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് ധന്യത നൽകിയിരിക്കുന്നു ബ്രാഹ്മണ ശ്രേഷ്ഠ. ക്ലേശമെല്ലാം സഹിച്ച്, ഇത്രയും ദുഃഖവും വേദനയും സഹിച്ചുകൊണ്ട് യാത്ര ചെയ്ത് ഈ പർണാശ്രമത്തിൽ എത്തിച്ചേരാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങളോട് പറയൂ ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് പറഞ്ഞു. അപ്പൊ ആ ബ്രാഹ്മണൻ പറയാണ്, കന്യകമാരെ, പർവ്വതരാജപുത്രിയായ പാർവതി ദേവി ശിവനെ മനസ്സിൽ ധ്യാനിച്ച് കഠിനമായ തപസ്സനുഷ്ഠിച്ചു പോരുന്നതായി യാത്രാമധ്യേ നാം അറിയാനിടയായി. കന്യകയായ ദേവിയുടെ വൈരാഗ്യമേറിയ ആ തപോനിഷ്ഠാനുഭവം നേരിൽ കണ്ട് ആസ്വദിക്കണമെന്നും ആ മഹതിയുടെ നേരിൽ ചിലത് സംസാരിക്കണമെന്നും എനിക്ക് വല്ലാത്ത കൊതി തോന്നി. കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ഈ കിഴവ ബ്രാഹ്മണന്റെ അഭിലാഷം ദയവായി ദേവിയെ അറിയിക്കണേ. ധന്യയായ ആ മഹതിയുടെ അനുവാദം ലഭിച്ചാൽ ഈ ജന്മം നമുക്ക് സായുജ്യമായി തീരും. ബ്രാഹ്മണോത്തമന്റെ ആ ഒരു ഭവ്യതയോട് കൂടിയുള്ള വാക്കുകളെല്ലാം കേട്ടപ്പോ പാർവതി ദേവിയുടെ തോഴിമാരെന്ത് ചെയ്തു, നേരെ പർണശാലയ്ക്കുള്ളിൽ പോയിട്ട് ദേവിയെ വന്ദിച്ചിട്ട് കാര്യം പറഞ്ഞു. വന്നിരിക്കുന്ന ആൾ ശിവഭക്തനായ ബ്രാഹ്മണനാണെന്നറിഞ്ഞ ദേവി ആ ബ്രാഹ്മണ ദേവനെ ഉടനെ തന്നെ പർണശാലയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ സഖിമാരോട് പറഞ്ഞു. ബ്രാഹ്മണ ശ്രേഷ്ഠനെ കണ്ട പാർവതി ദേവിക്ക് ആ മഹാൻ താൻ ഭജിച്ചു വരുന്ന ശ്രീ പരമേശ്വരനുമായി സാദൃശ്യമുള്ളതായിട്ടൊരു തോന്നല് ദേവി കണ്ടപ്പോ ദേവിക്ക് തോന്നി, ഇത് ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുന്ന തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാദേവനുമായിട്ട് കുറച്ച് സാമ്യമുണ്ടല്ലോ ഈ ബ്രാഹ്മണന്. ഉടനെ ദേവി എന്തു ചെയ്തു, ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ ശിവരാജപുത്രി ആ വൃദ്ധനായിരിക്കുന്ന ശിവയോഗിയെ വന്ദിച്ചിട്ട് അദ്ദേഹത്തിനായിട്ട് തന്റെ ഇരിപ്പിടം മാറ്റിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ഇവിടെ ഇരുന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ഭവ്യതയോടുകൂടി തൊഴുതു നിന്നു. പാർവതി ദേവി അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. പരിഹാസഭാവത്തിലാണ് വൃദ്ധ ബ്രാഹ്മണൻ ഒന്ന് ചിരിച്ചത്. പാർവതി ദേവിയുടെ കണ്ണുകളിലേക്ക് ആ വൃദ്ധ ബ്രാഹ്മണൻ ആഴ്ന്നു നോക്കി. ആ ചിരിയുടെ പൊരുള്, അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വൃദ്ധ ബ്രാഹ്മണനോട് ദേവി കാരണം ചോദിച്ചു. ദേവി ചോദിച്ചു,
ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങയുടെ ചിരിയുടെ അർത്ഥം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു, ഗിരിരാജപുത്രി, പക്വമതികളും വിവേകികളും അനുഷ്ഠിക്കേണ്ട ഒന്നാണ് തപസ്. കുട്ടിക്കളി പോലും മാറാത്ത സുന്ദരിയായ പാർവതി ദേവി കഠിനമായ തപസ് അനുഷ്ഠിക്കാൻ തുനിഞ്ഞിരിക്കുന്നത് ഓർത്ത് എനിക്ക് ചിരി വന്നു പോയി. ഇത് കുട്ടിക്കളിയല്ല. നല്ല വിവേകമുള്ള, നല്ല പക്വമതികളായിരിക്കുന്ന ആളുകളല്ലേ തപസ് അനുഷ്ഠിക്കേണ്ടത്. കുട്ടിപ്രായം പോലും മാറിയില്ലല്ലോ അവിടത്തേക്ക്. അതോർത്ത് ഞാൻ ചിരിച്ചു പോയതാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, വൈരാഗ്യ ബുദ്ധിയോടെ ഇത്ര കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നതിന്റെ കാരണം എന്താണ്, ഉദ്ദേശം എന്താണ്? ബ്രാഹ്മണന്റെ ആ ചോദ്യത്തിനുള്ള ഉത്തരം നേരിട്ട് പറയാൻ ഗിരിരാജപുത്രിക്ക് കഴിഞ്ഞില്ല. കന്യകയായ താൻ സർവേശ്വരനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടിയാണ് തപസ് ചെയ്യുന്നതെന്ന് പറയാൻ പാർവതി ദേവിക്ക് ഒരല്പം നാണം തോന്നി. ബ്രാഹ്മണന്റെ ആ ഒരു കുറുമ്പ് നിറഞ്ഞ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ദേവി എന്ത് ചെയ്തു? സഖിമാരെ വിളിച്ചു. എന്നിട്ട് സഖിമാരോട് പറഞ്ഞു ആ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കാൻ. സഖി വന്നിട്ട് പറഞ്ഞു, സകല ചരാചര രക്ഷകനും തൃക്കണ്ണനുമായ കൈലാസനാഥൻ തന്നെ പണിഗ്രഹണം ചെയ്ത് വാമഭാഗനാഥയാക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ദേവി തപസ്സനുഷ്ഠിച്ചു വരുന്നത്. കൈലാസനാഥൻ കല്യാണം കഴിച്ച് പാർവതി ദേവിയെ ഭാര്യയാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ദേവി തപസ്സനുഷ്ഠിക്കുന്നത്. ബ്രാഹ്മണൻ പറഞ്ഞു, ഭേഷ്, ആഗ്രഹം അത്ഭുതം തന്നെ. അപ്പോ ശ്രീ ഗംഗാധരനെ അത്രയ്ക്കും നിസാരൻ എന്ന് നിങ്ങളുടെ ദേവി ധരിച്ചു വെച്ചിരിക്കുന്നു. സൃഷ്ടികർത്താവായ ബ്രഹ്മാവും ലോകസ്ഥിതി കാരണക്കാരനായിരിക്കുന്ന ശ്രീനാരായണനും ആത്യന്തങ്ങൾ കണ്ടറിയുവാൻ സാധിക്കാതെ പരാജയം സമ്മതിക്കേണ്ടി വന്ന ആദിമത്യാന്ത വിഹീനനായിരിക്കുന്ന ശ്രീ പരമശിവനെ പതിയായി വരിക്കുവാൻ പർവ്വതരാജപുത്രിക്ക് സാധിക്കുമെന്നോ? നടക്കാത്ത കാര്യം. നിങ്ങളുടെ ദേവിയുടെ ആഗ്രഹം വളരെ വിചിത്രമായിരിക്കുന്നു. എന്റെ മുതിർന്ന അനുഭവത്തിൽ കൂടി ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ദേവി അന്നപാനാദികളെല്ലാം ഉപേക്ഷിച്ചിട്ട് ശരീരം നൊന്ത് തപസ് അനുഷ്ഠിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. പ്രകൃതിയുടെ ആഘാതങ്ങളേറ്റ് നിങ്ങളുടെ ദേവിയുടെ ആകൃതി പോലും ഒരു വികൃതമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും കാരണീയം എന്തെന്നാൽ തപസ് അവസാനിപ്പിച്ചിട്ട് ദിനചര്യകളെല്ലാം കൃത്യമായി പാലിച്ച് പോഷകമൂല്യമുള്ള നല്ല ഭക്ഷണ സാധനങ്ങളെല്ലാം പോയി കഴിച്ചിട്ട് വിശ്രമിച്ച് നല്ല നിദ്രയോടുകൂടി ആവുന്നത്ര പാലിക്കുക മാത്രമാണ് നല്ലത്. നിങ്ങളുടെ ദേവിയിൽ നമുക്ക് തോന്നിയ അനുകമ്പ കണ്ട് നാം പറഞ്ഞെന്ന് മാത്രം. വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം. എന്താ മഹാദേവൻ പറഞ്ഞതെന്ന് മനസ്സിലായോ എല്ലാവർക്കും? ആഗ്രഹമൊക്കെ നല്ലത് തന്നെ. പക്ഷേ ശ്രീ ഗംഗാധരൻ അത്രയ്ക്ക് നിസാരമായിട്ടാണോ ദേവി കണ്ടിരിക്കുന്നത്? സാക്ഷാൽ സൃഷ്ടി നടത്തുന്ന ബ്രഹ്മദേവനും സ്ഥിതി നിലനിർത്തുന്ന ശ്രീനാരായണന് പോലും അദ്ദേഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള മഹാദേവനെ ഭർത്താവായി ലഭിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കഠിനമായ തപസ്സിൽ ഈ പറയുന്ന മഴയും വെയിലും മഞ്ഞും കാറ്റും എല്ലാം കൊണ്ടുകൊണ്ട് ആ ഒരു ദേവിയുടെ ഭാവവും രൂപവും കോലവും എല്ലാം മാറിപ്പോയി, ആകൃതിയെ മാറിപ്പോയി. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കാതെ പോയി നല്ല പോഷകമൂല്യമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനത്തോടെ ജീവിച്ച് നന്നായി ഉറങ്ങിയിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കും. ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ദേവിയോടൊരു ചെറിയ അനുകമ്പ തോന്നി എനിക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വേണമെങ്കിൽ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. വൃദ്ധ ബ്രാഹ്മണനാണെങ്കിലും ധിക്കാരപരമായിരിക്കുന്ന അയാളുടെ വാക്കുകൾ കേട്ട് പാർവതി ദേവിക്ക് ദേഷ്യം വന്നു. അയാളുമായി സംസാരിക്കുന്നതിന് അനുവാദം നൽകിയതിനാൽ ദേവിക്ക് ഭയങ്കര വിഷമം തോന്നി. ആ ധാർമ്മിക ദേഷ്യത്തിൽ ദേവി എന്ത് ചെയ്തു? വിനയവും നാണവും എല്ലാം അങ്ങ് ഒഴിവാക്കി അയാൾക്ക് ചടുലമായിരിക്കുന്ന ഒരു മറുപടി നൽകാൻ ദേവി അങ്ങ് തീരുമാനിച്ചു. പാർവതി ദേവി പറഞ്ഞു, ഹേയ് വൃദ്ധ ബ്രാഹ്മണ,
ശ്രീ പരമേശ്വരന് കൃപ തോന്നി എന്നെ പാണിഗ്രഹണം ചെയ്തില്ലെങ്കിലും എന്റെ തപസ് ഞാൻ അവസാനിപ്പിക്കുന്നതല്ല. ഇപ്പോൾ അനുഷ്ഠിച്ചു പോരുന്ന തപോനിഷ്ഠകളും ഉപരിയായി കഠിന തപസ് ചെയ്ത് പ്രാണൻ വെടിഞ്ഞാൽ പോലും നിങ്ങളുടെ ഉപദേശം സ്വീകരിച്ച് ഞാൻ തപസ് അവസാനിപ്പിക്കുമെന്ന് കരുതണ്ട. പ്രായത്തിനനുസൃതമായി നിങ്ങളുടെ ബുദ്ധിയും വികസിച്ചു കാണുമെന്ന് കരുതിയ എനിക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. ശിവഭക്ത ദേശധാരിയായ നിങ്ങളെ ഒരു ശിവയോഗി എന്ന് ധരിച്ച് സ്വീകരിച്ച് മര്യാദ നൽകിയ എനിക്കാണ് അബദ്ധം സംഭവിച്ചിരിക്കുന്നത്. ദേവിയുടെ ആ ചടുലത നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോ ശിവബ്രാഹ്മണൻ എന്തു ചെയ്തു? അടവൊന്ന് മാറ്റാം എന്ന് തീരുമാനിച്ചു. ദേവി ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. ഭഗവാന് മഹാദേവന് ദയ തോന്നിയിട്ട് എന്നെ കല്യാണം കഴിച്ചില്ലേലും കുഴപ്പമില്ല, ഞാൻ ഈ തപസ് അവസാനിപ്പിക്കില്ല. ഇപ്പൊ ഞാൻ അനുഷ്ഠിച്ചു വരുന്ന തപസ്സിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടുള്ള തപസ്സിലേക്ക് ഞാൻ പോകും. എന്റെ ജീവൻ പോയാലും ശരി, അങ്ങയുടെ ഉപദേശം ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. പ്രായം കൂടിയപ്പോ ഞാൻ കരുതി നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിയും വർദ്ധിച്ചിട്ടുണ്ടാവുമെന്ന്. നിങ്ങളുടെ പ്രായത്തെ ബഹുമാനിച്ച് ശിവഭക്തന്റെ രീതിയിൽ വേഷം ധരിച്ചു വന്ന നിങ്ങളെ ഒരു ശിവയോഗി എന്ന് വിചാരിച്ച് ഇവിടെ കയറ്റി ഞാൻ സംസാരിച്ച് ഞാനൊരു മര്യാദ കാണിച്ചപ്പോ എനിക്കാണ് തെറ്റുപറ്റിയെന്ന് ദേവി അങ്ങ് ദേഷ്യത്തോടു കൂടി പറഞ്ഞു. അപ്പൊ ഈ ബ്രാഹ്മണൻ കരുതി, അയ്യോ ദേവിക്ക് ഭയങ്കര ദേഷ്യം വന്നു, നമുക്കൊന്ന് അടവൊന്ന് മാറ്റി നോക്കാന്ന് കരുതി. എന്നിട്ട് ബ്രാഹ്മണൻ പറഞ്ഞു, ഗിരിരാജപുത്രി, നീ ഭാഗ്യവതിയെങ്കിലും ലോകവിവരങ്ങൾ മനസ്സിലാക്കാൻ പ്രായമാകാത്ത ബാലികയാണ് നീ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ തൃക്കണ്ണനായ ശിവശങ്കരൻ അത്രയ്ക്ക് പൂജ്യനൊന്നുമല്ലെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. നീ എന്തൊക്കെയോ ധരിച്ചു വെച്ചിട്ടുണ്ട്. ശിവഭഗവാൻ മഹാപൂജനീയനാണെന്നൊക്കെ. അത്രയ്ക്കൊന്നും പൂജനീയനല്ല, അതാണ് എന്റെ അഭിപ്രായം. നിനക്ക് വിരോധമില്ലെങ്കിൽ എനിക്കറിയാവുന്ന ചില സത്യങ്ങളൊക്കെ പറയട്ടെ. ഗാർഹിക ജീവിതത്തെ കുറിച്ച് നീ ധ്യാനിച്ചു പോരുന്ന ഗംഗാധരൻ തികച്ചും അജ്ഞനാണ്. കുടുംബജീവിതത്തെ കുറിച്ച് ഈ ഗംഗാധരന് ഒരറിവുമില്ല. അതും പോട്ടെ, ആൾ പാതി ഉടയാടകൾ പാതിയൊന്നാണല്ലോ പ്രമാണം. പക്ഷെ ത്രിപുരദഹനനായിരിക്കുന്ന നിന്റെ ആരാധന മൂർത്തി ധരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? അരയും കുറയുമായി നഗ്നത മറയ്ക്കാനുള്ള പുലിത്തോലാണ് ധരിച്ചിരിക്കുന്നത്. ഗാംഭീര്യമേറിയിരിക്കുന്ന വാഹനങ്ങളിൽ മറ്റുള്ള ദേവന്മാരൊക്കെ സഞ്ചരിക്കുമ്പോ കാലാരി എന്ന മാനിക്കുന്ന ശിവന്റെ വാഹനം എന്താണെന്ന് നിനക്കറിയോ? ഓടാൻ പോയിട്ട് നടക്കാൻ പോലും ശക്തിയില്ലാത്ത ഒരു മുതുക്കൻ കാള. ഈ കാളയുടെ പുറത്തു കയറിയാണ് നിന്റെ ഗംഗാധരൻ യാത്ര ചെയ്യുന്നത്. ഇതെല്ലാം സഹിക്കാം, വിട്. അസ്ഥി കഷ്ണങ്ങളും തലയോട്ടിയും പന്നിക്കൊമ്പുകളും ഒക്കെ ആഭരണമായി ധരിച്ചിരിക്കുന്ന ശിവനെ കാമിച്ച് ആ ശിവനോട് സ്നേഹം തോന്നിയിട്ട് പ്രണയം തോന്നിയിട്ട് തപസ് അനുഷ്ഠിക്കുന്ന ദേവിയുടെ മനോനിലയെ കുറിച്ച് പോലും എനിക്ക് സംശയമുണ്ട്. കറുകപ്പുല്ലും കൊന്നപ്പൂക്കളും എരിക്കിൻ പൂക്കളും വില്ലും നൊച്ചി മുതലായ വൃക്ഷദളങ്ങളും അല്പമെങ്കിലും വാസനയുള്ള ദേവന്മാർ, ഗ്രാഹ്യതയുള്ള ദേവന്മാർ ആരാധനാ പുഷ്പങ്ങളായിട്ട് ആരെങ്കിലും അംഗീകരിക്കൂ? ഒന്ന് ആലോചിച്ചു നോക്കൂ. എരിക്കിൻ പൂവ്, വില്വം, നൊച്ചി, ഇതൊക്കെയാണ് മഹാദേവൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദേഹം മുഴുവൻ വെണ്ണീര് പൂശി കൈകളിൽ പേടിപ്പെടുത്തുന്ന തൃശൂലവും പിടിച്ച് മാനും മഴുവും ഉടുക്കും ചുമന്ന് ഘോര രൂപമുള്ള ഭൂതഗണങ്ങളെയും കൂട്ടുപിടിച്ച് യാതൊരു വിധമായ നിയന്ത്രണവുമില്ലാതെ ശ്മശാനത്തിൽ ആടിത്തിമിർത്ത് നടക്കുന്ന ഹരനെ ആഗ്രഹിക്കുന്ന ദേവിയുടെ മനോധൈര്യം വിചിത്രമത്രേ. ശ്മശാനത്തിലാണ് ഉണ്ടാവുന്നത് എപ്പോഴും. പാത്രമറിഞ്ഞ് ഭിക്ഷ നൽകുക, ഗോത്രമറിഞ്ഞ് കന്യാദാനം ചെയ്യുക എന്നാണല്ലോ ആപ്തവാക്യം. നീ കാമിച്ചു പോരുന്ന ശിവൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെന്നാ ഏതു വർഗത്തിൽപ്പെട്ടവനാണെന്നോ ഉള്ളതിന് യാതൊരു തെളിവുമില്ല. അഥവാ കണ്ടുപിടിക്കാന്ന് കരുതിയാൽ പോലും നിന്റെ ശങ്കരന് പിതാവുമില്ല, മാതാവുമില്ല. സാധാരണയായി സ്ത്രീകൾ കാമിച്ചു പോരുന്നത് എന്താ? പുരുഷാകാര സൗന്ദര്യത്തെ തന്നെയാണ്.
നീ മോഹിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭദ്രന് രൂപവും ഇല്ല, ഭാവവും ഇല്ല, അരൂപി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇത്രയും ഗുണവിശേഷം ഉള്ളവനാണ് ശിവനെന്ന് പറയുന്നതിലും ഭേദം ഇത്രയും ദോഷമുള്ളവനാണെന്ന് പറയുന്നതായിരിക്കും ഉചിതം. ഇപ്രകാരമുള്ളവനെ ഭർത്താവായി ലഭിക്കാൻ കഠിന തപസ്സനുഷ്ഠിക്കുന്ന നീ ബുദ്ധി ഉറക്കാത്ത കൊച്ചുകുട്ടിയാണെന്ന് നാം പറയുന്നതിൽ എന്ത് കുറ്റമാണ് ദേവിയുള്ളത്? പാരമ്പര്യ മഹിമകളുടെയും ഫലപുഷ്ടിയായിരിക്കുന്ന സ്വത്തുക്കളുടെയും അധിപതിയായിരിക്കുന്ന പർവ്വതരാജാവിന്റെ പുത്രിയായ നീ സ്ഥാനമോ മാനമോ വിലയോ നിലയോ രൂപമോ ഇല്ലാത്ത ശ്മശാനവാസിയായിരിക്കുന്ന ഒരു അസ്ഥിരനെ ആഗ്രഹിക്കുന്നത് ശരിയാണോ ദേവി? ശിവയോഗിയുടെ വേഷം ധരിച്ച് തന്റെ മുമ്പിലിരിക്കുന്ന വൃദ്ധ ബ്രാഹ്മണന്റെ വായിൽ നിന്ന് കേട്ട ഈശ്വര വിദ്വേഷ വാക്കുകൾ കേൾക്കുന്നതിന് ശക്തിയില്ലാത്ത പാർവതീ ദേവി തന്റെ 2 ചെവികളും പൊത്തിപ്പിടിച്ചു. തന്റെ ഇഷ്ടദൈവമായിരിക്കുന്ന ശിവനെ ധിക്കരിച്ച് പറഞ്ഞ ആ വൃദ്ധ ബ്രാഹ്മണനെ എന്ത് ചെയ്യണമെന്നറിയാതെ ദേവിയുടെ ആ മുഖമങ്ങ് കോപം കൊണ്ട് വിറച്ചു. ഏതായാലും ധിക്കാരിയായിരിക്കുന്ന ബ്രാഹ്മണന് തക്കതായ മറുപടി കൊടുക്കാൻ ദേവി തീരുമാനിച്ചു. ദേവി പറഞ്ഞു, ഹേ വൃദ്ധ ബ്രാഹ്മണ, കേട്ടുകൊള്ളൂ. ആദിയിൽ ദക്ഷൻ എന്ന ധിക്കാരിയായ രാജാവ് നിങ്ങളെ പോലെ തന്നെ ഈശ്വരനെ ഉദാസീനപ്പെടുത്തുകയും ധിക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ആ ധിക്കാരി അനുഭവിക്കേണ്ടി വന്ന ദുരന്ത കഥയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന 4 വേദങ്ങളെയും പഠിച്ച് അവയിലെ തത്വങ്ങളും അർത്ഥങ്ങളും ചിന്തകളെയും കുറിച്ച് മനസ്സിലാക്കി എല്ലാം ശിവമെന്ന മഹത് വചനമോർത്ത് നടക്കേണ്ടവരായിരിക്കുന്ന ബ്രാഹ്മണന്മാർ സത്മാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് ശിവനിന്ദ ചെയ്ത് ദുർമാർഗ സഞ്ചാരികളായി ജീവിച്ചപ്പോൾ നന്ദിദേവനും ദദീജ മഹർഷിയും ശപിച്ച് ശാപവാക്കുകളാൽ നിങ്ങളെ പോലെയുള്ള ശിവനിന്ദ ചെയ്യുന്നവർക്ക് ഉചിതമായതു തന്നെയാണ്. എല്ലാ ജീവരാശികളുടെയും പിതാവായും രക്ഷകനായും അന്നദാതാവായും അരുളിപ്പോരുന്ന ശ്രീ മഹാദേവനെ നിന്ദിച്ച് മറ്റു ദേവന്മാരെ പ്രീതിപ്പെടുത്തി മോക്ഷലോകം പ്രാപിക്കാമെന്ന് കരുതുന്നവർ മ്ലേച്ഛരിലും മ്ലേച്ഛരാണെന്ന് കരുതപ്പെടേണ്ടതാണ്. ശിവനിന്ദ ചെയ്യുന്ന നിങ്ങളെ വൃദ്ധ ബ്രാഹ്മണനെങ്കിലും മ്ലേച്ഛനായും ദുർഗുണനായും ഞാൻ കാണുന്നു. മഹാന്മാരെ പോലെ വേഷം ധരിച്ച് ശ്രീ പരമേശ്വരനെ ദുഷിക്കുന്ന നിങ്ങൾ ദുഷ്ടന്മാരായ രാക്ഷസന്മാരെക്കാൾ നീചനാണ്. ശ്രീ ശങ്കരനെ അവഹേളിച്ച് സംസാരിക്കുന്ന നിങ്ങളെ കാണുന്നത് തന്നെ പാപമാണെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഹരനെ നിന്ദിച്ച് സംസാരിക്കാതെ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്. ദേഷ്യം കൊണ്ട് പാർവതി ദേവി ഇതുപോലൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ വയോധികനായിരിക്കുന്ന ബ്രാഹ്മണൻ വീണ്ടും വീണ്ടും പാർവതി ദേവിയുടെ കോപത്തെ അങ്ങ് ജ്വലിപ്പിച്ചു. ബ്രാഹ്മണൻ പറഞ്ഞു, സ്വതവേ സൗന്ദര്യത്തിന്റെ പ്രതീകമായിരിക്കുന്ന പർവ്വത രാജപുത്രി കോപിക്കുമ്പോൾ ത്രിലോക സുന്ദരിമാരിലും സുന്ദരിയായി തോന്നുന്നു അവിടത്തേക്ക്. നാം പോകുവാൻ വേണ്ടി ഇവിടെ വന്നതാണെന്നാണോ ദേവി ധരിച്ചിരിക്കുന്നത്? എങ്കിൽ ദേവിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. സുന്ദരിയായ പാർവതി ദേവിയെ കല്യാണം ചെയ്യുക എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ദേവിയുടെ പരുഷമായിരിക്കുന്ന വാക്കുകൾ നമുക്ക് അമൃതിന് തുല്യമാണ്. പ്രതിബന്ധങ്ങളെല്ലാം തൃണസദൃശ്യമാണ്. അതായത് തൃണം എന്ന് പറഞ്ഞാൽ പുല്ല്. അവിടുത്തെ കല്യാണം ചെയ്യാനുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിലേ അതെല്ലാം എനിക്ക് പുല്ല് പോലെയാണ്. ശരസദൃശ്യമായിരിക്കുന്ന വാക്കുകൾ കേട്ടപ്പോ പാർവതി ദേവി ശിവ ശിവാന്ന് ജപിച്ചുകൊണ്ട് 2 കാതും പൊത്തിപ്പിടിച്ചു. എപ്രകാരമാണ് ഈ വൃദ്ധ ബ്രാഹ്മണനെ പർണശാലയ്ക്കുള്ളിൽ നിന്ന് പുറത്താക്കുന്നതെന്ന് മനസ്സിലാവാണ്ട് പാർവതി ദേവി ആകെപ്പാടെ വിഷമിച്ചു. ഇയാൾ ഇറങ്ങിപ്പോകുന്നില്ല എങ്കിൽ ഞാൻ തന്നെ ഇവിടുന്ന് അങ്ങ് പോയേക്കാം എന്ന് ദേവി തീരുമാനിച്ചു. ദേവി പറഞ്ഞു, നീചന്മാരെ ദർശിക്കുന്നതും നീച വചനങ്ങൾ കേൾക്കുന്നതും മഹാപാപമാണ്. നിങ്ങൾ പോകുന്നില്ല എങ്കിൽ പർണശാല വിട്ട് ഞാൻ പോവാണ്. പർണാശ്രമത്തിൽ നിന്ന് പോകുവാൻ ദേവി തുടങ്ങി. പാർവതി ദേവി ബ്രാഹ്മണനെ ഒഴിവാക്കി പോകാൻ നോക്കിയെങ്കിലും ബ്രാഹ്മണൻ ദേവിയുടെ പുറകെ പോവാണ്.
പരാജയപ്പെട്ട് മടങ്ങുവാൻ വേണ്ടി അല്ലല്ലോ മൗനനിഷ്ഠയിൽ നിന്ന് ഭഗവാൻ ഉണർന്നത്. തോറ്റു പിന്മാറാനല്ലല്ലോ ഭഗവാൻ മൗനനിഷ്ഠ വെടിഞ്ഞത്, അല്ലെ? ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതും ശിവയോഗ വേഷധാരിയായി പർണശാലയിലെത്തി പാർവതീ ദേവിയുടെ തപോനിഷ്ഠയുടെ ആഴം പരീക്ഷിച്ചതും ഭഗവാൻ തോറ്റു പിന്മാറാനല്ല. ആ പരീക്ഷണത്തിൽ കൂടി ലോകവാസികളെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പറ്റി ബോധിപ്പിച്ചതും സർവലോകനാഥനായിരിക്കുന്ന ശ്രീ ശങ്കരദേവൻ തന്നെയായിരുന്നു, അല്ലെ? ആ ഒരു ബ്രാഹ്മണനായി വന്നത് ശ്രീ ശങ്കരദേവൻ തന്നെയായിരുന്നു. വൃദ്ധ ബ്രാഹ്മണ വേഷം ഉപേക്ഷിച്ച് ശ്രീ പരമേശ്വരൻ ഭൂതഗണാദി സമന്വിതനായി ഋഷഭവാഹനത്തിൽ ആരൂഢനായി ശ്രീ പാർവതീ ദേവിക്ക് ദിവ്യ ദർശനമരുളി. പാർവതീ ദേവിക്ക് തോറ്റ് പിന്മാറാനല്ല ഒരിക്കലും മഹാദേവൻ എന്തായത് ഇത്രയും മൗനവ്രതമെല്ലാം ഉപേക്ഷിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഭഗവാൻ വന്നത്. എത്രയെത്ര എന്താ പറയാ കാര്യങ്ങൾ താണ്ടിയാണ് ഭഗവാൻ ഇവിടം വരെ എത്തിയത്. പാർവതീ ദേവിയുടെ ആ ഒരു വലിയ ഇത് മനസ്സിലാക്കണം. ഭഗവാൻ എത്രത്തോളം ആഴമുണ്ട് എന്ന് ഭഗവാന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഭഗവാൻ ഇവിടം വരെ എത്തിയത്. അപ്പൊ പാർവതീ ദേവിക്ക് മുമ്പിൽ അങ്ങനെ ഭഗവാൻ തോറ്റു പിന്മാറി കൊടുക്കോ? ഒരിക്കലുമില്ല, അല്ലേ? അതിനുവേണ്ടി ദേവി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടു കൂടിയൊക്കെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയില്ല. ഈ വൃദ്ധ ബ്രാഹ്മണന്റെ ആ ഒരു വല്ലാത്തൊരു സ്വഭാവമെല്ലാം കണ്ട് ദേവി പോകാൻ തുടങ്ങിയപ്പം ശ്രീ ശങ്കരദേവനായി വന്ന ആ വൃദ്ധ ബ്രാഹ്മണൻ വേഷം ഉപേക്ഷിച്ച് ശ്രീ പരമേശ്വരൻ ഭൂതഗണാദി സമന്വിതനായി ഋഷഭവാഹനത്തിൽ ആരൂഢനായി ശ്രീ പാർവതീ ദേവിക്ക് ദിവ്യ ദർശനമരുളി. ആ ദിവ്യ ദർശനത്തിൽ പാർവതീ ദേവിക്കുണ്ടായ ആനന്ദ സമ്മിശ്ര വികാരങ്ങളെ വർണ്ണിക്കുവാൻ ഭക്തികൾ കൊണ്ട് സാധിക്കുന്നില്ല. ദേവി നോക്കുമ്പോ മഹാദേവൻ ഋഷഭവാഹനത്തിലിരിക്കുന്നു. ആനന്ദം കൊണ്ട് ദേവിയുടെ ഹൃദയം അങ്ങ് നിർവൃതി പൂണ്ടു. ഗിരിജാദേവിയുടെ മനസ്സിൽ ആയിരം മോഹന മയൂരങ്ങൾ മൈത്തിയിൽ വിടർത്തി ആനന്ദ നൃത്തം ചവിട്ടി. ദേവി നോക്കുമ്പോ ഋഷഭവാഹനത്തില് ഭൂതഗണാദി സേവിതന്മാരുമായി മഹാദേവൻ ഇരിക്കുന്നു. അപ്പൊ ദേവിയുടെ ഹൃദയം അങ്ങ് വല്ലാതെ ആനന്ദം കൊണ്ട് നിറഞ്ഞു. ദേവി എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. ആനന്ദ നിർവൃതിയിൽ നിമിഷങ്ങളോളം എന്തു ചെയ്യണമെന്നറിയാതെ ദേവി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് സ്വപ്നമാണോ അല്ലെങ്കിൽ താൻ കാണുന്നത് യാഥാർത്ഥ്യമാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ദേവി അങ്ങ് സന്തോഷം കൊണ്ടിരിക്കുകയാണ്, എന്തു ചെയ്യണമെന്നറിയാതെ. ദേവി യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയാൻ ഇത് കുറച്ചു നേരം കൊണ്ട് ദേവി ആലോചിക്കും. ഇത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുത്തു. സർവേശ്വര പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ദേവി വലം വെച്ചു മഹാദേവനെ. ശ്രീ പരമേശ്വരന്റെ ദിവ്യ കോമള കളയപര ദർശനം കൺകുളിരെ കണ്ട് ആസ്വദിച്ച് ശ്രീ പാർവതീ ദേവി മോഹിച്ചുവെങ്കിലും സ്ത്രീ സഹജമായ നാണമെന്ന ഒരു ആഭരണം ആ ആഗ്രഹത്തിന് തിരശീലയിട്ടു. കാരണം എന്താ? ദേവി നോക്കുമ്പം ദേവിയുടെ പതി മുൻപിൽ തന്നെ നിൽക്കുന്നു. അപ്പൊ ദേവിക്കൊരു നാണം വരും, അല്ലേ? ആ നാണം ദേവിയുടെ മുഖത്ത് ശരിക്ക് കാണാമായിരുന്നു. ഒന്നും പറയാതെ തന്നെ പ്രദക്ഷിണം വെച്ച് തൊഴുതു നിൽക്കുന്ന ദേവിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ മഹാദേവൻ സർവചരാചരങ്ങൾക്കും ആകർഷിക്കപ്പെടുന്ന രീതിയിൽ ഒരു പുഞ്ചിരി തൂകി ദേവിയെ നോക്കിയിട്ട്. എന്നിട്ടോ ആ ദിവ്യ പുഞ്ചിരി നിലാവെളിച്ചത്തിൽ മാനസ വിഭ്രാന്തി മറന്ന് ധൈര്യം വീണ്ടെടുത്ത ശ്രീ പാർവതീ ദേവി വൃദ്ധ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് താനുമായി വാഗ്വാദം നടത്തിയ ഭഗവാൻ താൻ പറഞ്ഞതൊക്കെ ഭഗവാനോടാണല്ലോ ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്നോർത്ത്
ദേവി വല്ലാതെ വിഷമിച്ചു പോയി. അയ്യോ, ഞാൻ ഭഗവാനോടാണല്ലോ ഇതെല്ലാം പറഞ്ഞത്, തെറ്റായി പോയി എന്നോർത്ത് ദേവി വല്ലാതെ വിഷമിച്ചു. ആ വൃദ്ധ ബ്രാഹ്മണനോടാണല്ലോ ദേവി ഇതെല്ലാം പറഞ്ഞു. അതിന്റെ ഒരു വിഷമം ദേവിക്കുണ്ടായി. ഹൃദയത്തിൽ ആ വിഷമം എല്ലാം ദേവിയുടെ ദുഃഖത്തില് ഒരു കണ്ണുനീരായി ഇങ്ങനെ പുറത്തു വന്നു. ദൈവനിന്ദ ചെയ്തു പോയ തന്നോട് പൊറുക്കണേ എന്ന് ഹൃദയം കൊണ്ട് പാർവതി ദേവി മൗനമായി പ്രാർത്ഥിച്ചു. എന്നിട്ടോ ദേവിയുടെ മനസ്സിൽ വന്ന ആ മൗന പ്രാർത്ഥന കേട്ട മഹാദേവൻ പാർവതി ദേവിയെ ആശ്വസിപ്പിച്ചു. ആന്തരികമായും ബാഹ്യമായും ജീവരാശികൾ ചെയ്തു പോരുന്ന ഓരോ തെറ്റുകളും അറിയുന്ന, അവരുടെ പ്രവൃത്തിയെയും വിചാരങ്ങളെയും താരതമ്യപ്പെടുത്തി അവയ്ക്ക് ഉചിതമായിരിക്കുന്ന ഫലങ്ങൾ നൽകി വരുന്ന പരാത്പരൻ, എല്ലാം അറിയുന്നവരെങ്കിലും ഒന്നും അറിയാത്തവരെ പോലെ അഭിനയിച്ചു പോരുന്ന സകല കലാവല്ലഭരാണ് ശ്രീ ശിവപാർവതിമാർ. അവർക്ക് എല്ലാം അറിയാം. ഈ ലോകത്തിലുള്ള ഓരോ ചരാചരങ്ങളും ചെയ്യുന്നതും പറയുന്നതും പോകുന്നതും വരുന്നതും എല്ലാം ആ മഹാദേവനും ദേവിക്കും ഉത്തമമായ ബോധ്യമുണ്ട്. പക്ഷെ അതൊന്നും ഇല്ല എന്ന ഭാവത്തിൽ അവരങ്ങ് നടിക്കുകയാണ്. ലോകവാസികളെ ബോധിപ്പിക്കുന്നതിനായി ശിവനെ പ്രാപിക്കുവാൻ ശക്തി തപസ് അനുഷ്ഠിച്ചു. അപ്രകാരമുള്ള ബോധവൽക്കരണത്തിന് വേണ്ടി ഈ ലോകത്തില് ബോധിപ്പിക്കുകയാണ് ശിവനും ശക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം. അങ്ങനെയുള്ള ഒരു ബോധം നൽകാൻ വേണ്ടിയാണ് ഭഗവാൻ വൃദ്ധ ബ്രാഹ്മണനായി വന്ന് പാർവതി ദേവിയുടെ തപസ്സിന്റെ പരീക്ഷണം നടത്തിയത്, അല്ലെ? വൃദ്ധ ബ്രാഹ്മണൻ ശ്രീ മഹാദേവനാണെന്ന് അറിയാമെങ്കിലും ഒന്നും അറിയാത്തവളെ പോലെ ദേവി സച്ചിദാനന്ദമൂർത്തിയോട് പരുഷമായി തന്നെ പെരുമാറിയിട്ടുണ്ട്. ആ പരുഷമായിരിക്കുന്ന വചനങ്ങൾ, വാക്കുകൾ എല്ലാം തന്നെ മിഥ്യയാണെന്ന് അറിയാമായിരുന്നിട്ടും ദേവി വളരെയധികം വിഷമിച്ചു. എന്നിട്ടോ ദേവൻ ദേവിയെ സമാധാനിപ്പിക്കുകയും ചെയ്തു. ദേവനും അറിയാം ഇത് ദേവിയാണെന്ന്, ദേവിക്കും അറിയാം ഇത് ദേവനാണെന്ന്. എന്നിട്ടും പരസ്പരം സമാധാനിപ്പിച്ചു. നടന്നതെല്ലാം നാടകമെങ്കിലും ആ നാടക സംഭവങ്ങൾ സാധാരണ ജനങ്ങളിൽ നീതിയും ബോധവും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു. പ്രപഞ്ച മായാ ലീല എന്ന പ്രഹസന മാധ്യമത്തെ ഉപയോഗിച്ച് ശ്രീ പരമേശ്വരൻ തന്നെ പരിഹസിച്ചതിന് മനസ്സാ അഗാധമായി ദുഃഖിക്കുന്ന പാർവതി ദേവിയെ മഹാദേവൻ സമാധാനിപ്പിച്ചു. അല്ലെ? നടന്നതെല്ലാം ഒരു പ്രപഞ്ചത്തിന്റെ മായാലീലയായിരുന്നു. എങ്കിലും മഹാദേവൻ ദേവിയെ നന്നായി സമാധാനിപ്പിച്ചു. മഹാദേവൻ പറഞ്ഞു, ദേവി, നിന്റെ കോപവും അതിൽ നിന്നുതിർന്ന പരിഹാസ വാക്കുകളും നീ ഭക്തി പുരസരം നമ്മുടെ പാദങ്ങളിൽ അർപ്പിച്ച പുഷ്പദളങ്ങളാണ്. നമ്മെ വിശ്വസിക്കുന്ന യഥാർത്ഥ ഭക്തന്മാർ നമ്മുടെ ഉദാസീനതയിൽ കോപിഷ്ഠരായി നമ്മെ ഭർസിക്കുന്നതും പരിഹസിക്കുന്നതും നമുക്ക് ഏറ്റവും ഇഷ്ടപ്രദങ്ങളായിരിക്കുന്ന സത്മന്ത്രങ്ങളാണ്. നമ്മെ പ്രാപിക്കുന്നതിന് ഇനിയും നീ തപസ് അനുഷ്ഠിക്കേണ്ടതില്ല. നാം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നമ്മുടെ വിവാഹം താമസം വിനാ സാക്ഷാത്കരിക്കപ്പെടുന്നതാണ്. സന്തുഷ്ടചിത്തനായി നീ വസതിയിലേക്ക് മടങ്ങിയാലും. കരുണാസാഗരമായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ ഇത്രയും പറഞ്ഞിട്ട് അന്തർധാനം ചെയ്തു, അപ്രത്യക്ഷനായി. അദ്ദേഹം പറഞ്ഞ മധുരമായിരിക്കുന്ന വാക്കുകൾ പാർവതി ദേവിയുടെ കർണപുടങ്ങളിൽ അമൃതവർഷം പൊഴിച്ചു. ജന്മസാഫല്യം കൈവന്ന സന്തോഷത്തിൽ പർവ്വതരാജപുത്രി നേരെ ഹർഷപുളഗതിയായി നിന്നു എന്നാ പറയുന്നത്. തങ്ങളുടെ പുത്രിക്ക് ശ്രീ പരമേശ്വര ദർശനം ലഭിച്ചു എന്ന സന്തോഷ വാർത്ത പാർവതി ദേവിയുടെ സഖിമാരിൽ നിന്ന് അറിഞ്ഞ അച്ഛനും അമ്മയും സർവമംഗളവാദ്യ ഘോഷങ്ങളോടെയും അകമ്പടിയോടെയും ശ്രീ പാർവതി ദേവിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി.
എന്നിട്ട് അവര് നേരെ കൊട്ടാരത്തിലേക്ക് പോയി. എന്നിട്ടോ ഇനി അടുത്തത് വിവാഹ നിശ്ചയം. വിവാഹ നിശ്ചയം കേൾക്കണോ അതോ നിർത്തണോ? വിവാഹ നിശ്ചയം കേൾക്കണോ നിർത്തണോ? തിരിച്ചറിവുള്ള മനുഷ്യർ പക്ഷി മൃഗാദികളെ പോലെ താന്തോന്നിത്തരമായിട്ട് ലൈംഗിക ബന്ധങ്ങളില് ധർമ്മവിരുദ്ധരായിട്ട് നടക്കുന്ന പ്രവണതയാണ് ഇവിടെ നടക്കുന്നത്, ഈ സമൂഹത്തിൽ നടക്കുന്നത്. അപ്പോ അത് ആ ഒരു കാര്യങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീ പരമേശ്വരൻ പർവ്വതരാജപുത്രിയെ പാർവതീദേവിയെ പരിണയിക്കുക എന്ന സത്യബോധ പ്രവർത്തനം നടത്തുകയാണ് അല്ലെ. ഒരു ലൈംഗിക ആസക്തിയിലല്ല ഇവിടെ പ്രണയം നടക്കേണ്ടത് എന്ന് ഭഗവാൻ തന്നെ പാർവതീദേവിയെ പ്രണയിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. ധർമ്മശാസ്ത്ര വിധിപ്രകാരമുള്ള ധർമ്മവും ശാസ്ത്രവും വിധിപ്രകാരവുമുള്ള വിവാഹ ബന്ധത്തിൽ കൂടി മാത്രമേ മനുഷ്യന് ജീവിതത്തിൽ നിയന്ത്രണം ഉണ്ടാവുകയുള്ളൂ. ആ തത്വമാണ് ഇവിടെ മഹാദേവന്റെയും ദേവിയുടെയും ഈ ഒരു സംഭവത്തിൽ നിന്ന് ലോകത്തിന് അവര് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. തന്റെയും പാർവതി ദേവിയുടെയും വിവാഹം എന്ന കർമ്മത്തിൽ കൂടി ശ്രീ പരമേശ്വരൻ ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ്. പിഞ്ചു പൈതങ്ങൾക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പഠിപ്പിക്കുന്ന അധ്യാപകനെ പോലെയാണ് ശ്രീ ഗംഗാധരൻ നമുക്ക്. വിദ്യാർത്ഥികളെ അക്ഷരം പഠിപ്പിക്കുന്നതിന് അക്ഷരം പറഞ്ഞു തരുന്ന അധ്യാപകനെ അക്ഷരാർത്ഥ ശൂന്യൻ എന്ന് കരുതുന്ന മൂഢന്മാരാണ് ദൈവനിന്ദ ചെയ്യുന്നത്. നമ്മള് വിദ്യാർത്ഥികൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കുമ്പോ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയെ തരം താഴ്ന്ന് കാണുന്നവരാണ് ഈശ്വര നിന്ദ ചെയ്യുന്നത്. തപസ്, നിഷ്ഠ, വിവാഹം, പിതൃത്വം, മാതൃത്വം, പിണക്കം, ഇണക്കം, കോപം മുതലായ സാധാരണ കാര്യങ്ങൾ ശിവശക്തിമാർ പ്രദർശിപ്പിച്ചു വരികയാണ് ഇവിടെ അല്ലെ. തപസ് ചെയ്ത് നിഷ്ഠയോടുകൂടി തപസ് ചെയ്ത് വിവാഹം ചെയ്ത് പിതാവായി മാതാവായി ഇണക്കവും പിണക്കവും ഒക്കെയായി കോപവും എല്ലാം ഉണ്ടായിരുന്നു ആ ദാമ്പത്യ ജീവിതത്തിൽ. അതിവിടെ പാർവതി ദേവി മഹാദേവനും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ജീവിതം എന്താണെന്ന്. രണ്ടുപേരും സാധാരണക്കാരായി ഇരുന്നത് കൊണ്ടല്ല ഇതൊന്നും അവർ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെയോ സാധാരണക്കാർക്ക് അത്തരം നിഷ്ഠകളും സ്വഭാവ വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതിന്റെ തെളിവാണ്. അതായത് ദാമ്പത്യ ജീവിതത്തില് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് ഭഗവാനും ദേവിയും നമ്മളെ പഠിപ്പിക്കുകയാണ്. ശിവൻ പാർവതിയെ വിവാഹം ചെയ്യുകയോ സാധാരണക്കാരെ പോലെ കുട്ടികളെ സന്താന ഉൽപാദനം നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് സംശയത്തിന്റെ കണ്ണിലൂടെ കാണുന്നവർക്കും പറയുന്നവർക്കും ഇപ്രകാരം പ്രവർത്തിക്കുകയും തിരിച്ചറിവുള്ളവരായി ജീവിക്കുകയും വേണമെന്ന് അവര് പഠിപ്പിച്ചു തരികയാണ്. മനുഷ്യരെ ശിവശക്തിമാർ ബോധവാന്മാരാക്കി തരികയാണ്. സാധാരണ ഒരു രണ്ട് വ്യക്തികളെ പോലെ കല്യാണം കഴിച്ച് പ്രണയിച്ച് കല്യാണം കഴിച്ച് സന്താനോൽപാദനം ചെയ്യുന്ന ആളുകളല്ല ഞങ്ങൾ. എന്നാൽ ഇങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ശിവശക്തിമാർ സാധാരണ ജനങ്ങളായ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഐഹിക സുഖാനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഈ ലോകത്തിലുള്ള സുഖങ്ങൾക്ക് വേണ്ടിയിട്ടോ കാമം തീർക്കാനുള്ള സംതൃപ്തിക്ക് വേണ്ടിയിട്ടോ ആയിരുന്നില്ല ശിവശക്തി കല്യാണം നടന്നിരിക്കുന്നത്. 6 അറിവുള്ള മനുഷ്യൻ എന്തു ചെയ്യണം, അവൻ എപ്രകാരം ജീവിക്കണമെന്ന് അവനെ ബോധവാന്മാനാക്കാൻ വേണ്ടിയാണ് മഹാദേവനും ദേവിയും ഇത് തീരുമാനിച്ചത്. വിഘ്നേശ്വരനായിരിക്കുന്ന ഗണപതിയെയോ ലോകരക്ഷകനായിരിക്കുന്ന സുബ്രഹ്മണ്യനെയോ പാർവതീദേവി ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ടുള്ളതായിട്ട് ഏതൊരു പുരാണത്തിലും പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല. ഭഗവാൻ ശ്രീ പരമേശ്വരൻ നിത്യബ്രഹ്മചാരിയും ലോകമാതാവായ പരാശക്തി നിത്യകന്യകയുമാണ്. ശിവൻ ജ്ഞാനസാഗരമൂർത്തിയാണ്. ശ്രീ പാർവതീദേവി ജ്ഞാനാംബികയാണ്. ആ ജ്ഞാനമൂർത്തിയായിരിക്കുന്ന ഇന്ദുചൂടൻ ഇന്ന് മണവാളനായി നിൽക്കുകയാണ്. ജ്ഞാനാംബികയായിരിക്കുന്ന ശിവകാമ സുന്ദരിയോ മണവാട്ടിയായിരിക്കുകയാണ്.
മണവാളന്റെ ബന്ധുമിത്രാദികൾ വേണമല്ലോ മണവാട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാനും മുഹൂർത്തം നിശ്ചയിക്കാനും ബന്ധം ഉറപ്പിക്കാനൊക്കെ വേണ്ടേ? മണവാളന്റെ ആൾക്കാർ വന്നിട്ടല്ലേ മണവാട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ ചെയ്യേണ്ടത്. തന്റെ ഇഷ്ട ബന്ധുമിത്രാദികളായി ശ്രീ പരമേശ്വരൻ തെരഞ്ഞെടുത്തത്, വിവാഹബന്ധം ഉറപ്പിക്കാൻ നിയോഗിച്ചത് ആരെയാണ്? സപ്തർഷി ശ്രേഷ്ഠന്മാരെ ആയിരുന്നു. ശ്രീ ശങ്കര പാർവതി വിവാഹബന്ധം ഉറപ്പിക്കുന്നതിന് സപ്തർഷികളെ ഭഗവാൻ നിയോഗിച്ചതിൽ കൂടി ആ ഋഷിപുങ്കവന്മാരുടെ ഭഗവത് ഭക്തി വിശ്വാസ മഹിമകളെ കുറിച്ച് മനസ്സിലാക്കാലോ. അവർക്ക് ആ ഋഷിപുങ്കവന്മാർക്ക് എത്രത്തോളം വിശ്വാസമുണ്ട്, ഭയമുണ്ട്, ഭക്തിയുണ്ട് എന്നുള്ളത്. ശ്രീ മഹാവിഷ്ണുവിനും ബ്രഹ്മദേവനും നൽകപ്പെടാത്ത അത്യന്തോന്നതമായിരിക്കുന്ന സ്ഥാനം നൽകിയാണ് ഭക്തരായിരിക്കുന്ന സപ്തർഷികളെ ശ്രീ പരമേശ്വരൻ മാനിച്ച് പരമോന്നതനാക്കിയിരിക്കുന്നത്. ബ്രഹ്മദേവനെയോ വിഷ്ണുവിനെയോ അല്ല പറഞ്ഞയച്ചത് മഹാദേവൻ, ഭക്തരായിരിക്കുന്ന സപ്തർഷികളെയാണ് പറഞ്ഞു വിട്ടത് ബന്ധുമിത്രാദികളാക്കിയിട്ട്. പദവികൾക്ക് പ്രാധാന്യം നൽകുകയല്ല ഭഗവാൻ ചെയ്തത്. പിന്നെയോ ഭഗവാൻ ചെയ്തത് ഭക്തി പരമോന്നത മാർഗമാണെന്നുള്ള ആ സിദ്ധാന്തത്തെ വരച്ചു കാട്ടിയിരിക്കുകയാണ് ഇവിടെ. ബ്രഹ്മദേവന്റെ സ്ഥാനം നോക്കി ബ്രഹ്മദേവനെയോ വിഷ്ണുവിന്റെ സ്ഥാനം നോക്കി വിഷ്ണുവിനെയോ അല്ല മണവാട്ടിയുടെ വീട്ടിലേക്ക് വിട്ടത്, പാർവതി ദേവിയുടെ വീട്ടിലേക്ക്. ഭക്തിയുടെ പരമോന്നതമായ നിലയിൽ ഉറച്ചു നിൽക്കുന്ന സപ്തർഷികളെയാണ് ഭഗവാൻ വിട്ടിരിക്കുന്നത്. പദവികൾക്ക് മാറ്റം സംഭവിച്ചേക്കാം, നമ്മൾ ഇന്നിരിക്കുന്ന സ്ഥാനം നാളെ മറ്റാരെങ്കിലും കൊണ്ടുപോയേക്കാം. പക്ഷേ ഉത്തമമായിരിക്കുന്ന ഭക്തി വിശ്വാസ സ്നേഹാദരങ്ങൾക്ക് ചലനമുണ്ടാവുകയില്ലെന്ന് ഉദ്ബോധിപ്പിക്കുകയായിരുന്നു മഹാദേവന്റെ പരമമായിരിക്കുന്ന ലക്ഷ്യം. ശിവപാർവതിമാരുടെ വിവാഹത്തിന്റെ ആലോചനയുമായിട്ട് ഹിമാലയത്തിലെത്തിയ സപ്തർഷികളെ യഥോചിതമായിരിക്കുന്ന രീതിയിൽ സ്വീകരിച്ച് പർവ്വതരാജാവ് എന്തു ചെയ്തു? അർക്കപാധ്യാദികളിൽ അവരെ പൂജിച്ച് സന്തുഷ്ടരാക്കി ദിവ്യ ആസനങ്ങളിൽ ഉപവിഷ്ടരാക്കി ഇരുത്തി, സപ്തർഷികളെ ഇരുത്തി. എന്നിട്ടോ മഹർഷിമാർ തങ്ങളുടെ വന്നതിന്റെ ആഗമന ഉദ്ദേശം, ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ളത് ഹിമവാനെ അറിയിച്ചപ്പോൾ ഹിമവാൻ സന്തോഷം കൊണ്ടങ്ങ് പുളകിതനായി പോയി. പക്ഷെ ആ സന്തോഷം പങ്കുചേരുന്നതിന് പർവ്വതരാജ്ഞിയായ മനോവതിക്ക് കഴിഞ്ഞില്ല. പർവ്വതരാജന്റെ ഭാര്യയായ മനോവതിക്ക് ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നില്ല. അവൾ ഭാര്യയായതിനാൽ, മായാവതിയായതിനാൽ പലതും ആലോചിക്കേണ്ടിയിരിക്കുകയാണ്, സംശയ നിവൃത്തി ലഭിക്കേണ്ടിയിരിക്കുന്നു. മേനാദേവിയുടെ മാനസികാവസ്ഥ അവരുടെ മുഖത്തിങ്ങനെ പ്രകടമായി. എന്തോ ഒരു സന്തോഷമില്ലായ്മ പാർവതി ദേവിയുടെ അമ്മയുടെ മുഖത്തുണ്ട്, മേനാദേവിയുടെ മുഖത്തുണ്ട്. നേരെ പർവ്വതരാജൻ വന്നിട്ട് കാര്യം ചോദിച്ചു ഭാര്യയോട്. ഹിമവാൻ ചോദിച്ചു, ദേവി, ത്രിമൂർത്തികളിൽ അഗ്രഗണ്യനായ വേദമൂർത്തിയെ നമുക്ക് മരുമകനായി ലഭിക്കാൻ പോവുകയാണ്. ആ സന്തോഷ വാർത്തയിൽ സന്തുഷ്ടിയായിരിക്കേണ്ട ദേവി ദുഃഖിതയായി കാണപ്പെടാൻ എന്താ കാരണം? തന്റെ പുത്രിയുടെ ദാമ്പത്യ ജീവിതം സുഖപ്രദമായിരിക്കണമെന്നാഗ്രഹിക്കുന്ന മാതാവ്, എന്റെ മകളുടെ ജീവിതം സന്തോഷകരമായിരിക്കണമെന്നാണ് ഒരമ്മ ആഗ്രഹിക്കുന്നത്. മംഗല്യ യോഗത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ശിവൻ ക്ഷിപ്രകോപിയാണ്. അതിനാസ്പദമായിരിക്കുന്ന പല തെളിവുകളും ഈ കുടുംബനാഥ മനോവതിക്കുണ്ട്. പെട്ടെന്ന് ദേഷ്യപ്പെടും മഹാദേവൻ. അങ്ങനെ മഹാദേവൻ ദേഷ്യപ്പെട്ട പല സാഹചര്യങ്ങളെ കുറിച്ചും ഈ മനോവതിക്ക് അറിയാം. ഇവിടെയും അപ്രകാരമുള്ള അനിഷ്ട സംഭവങ്ങളെല്ലാം സംഭവിച്ചുകൂടായികയില്ലല്ലോ. തന്റെ പതിയോടല്ലാതെ മറ്റാരോടാണ് ഇത്തരം സംശയങ്ങൾ ചോദിക്കുക? ദുർബലങ്ങളെങ്കിലും അർത്ഥവത്തുകളായിരിക്കുന്ന ആ സംശയങ്ങൾ സപ്തർഷിമാരുടെ മുമ്പിൽ വെച്ച് എങ്ങനെയാ ഞാൻ പറയാ? പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് മഹാദേവൻ. പല പല പ്രശ്നങ്ങളും കേട്ടറിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ? എന്റെ സംശയം ചിലപ്പോ ഒരു കാര്യവും ഇല്ലാത്ത സംശയമായിരിക്കാം. എങ്കിലും ഞാൻ വന്നിരിക്കുന്ന സപ്തർഷികളുടെ മുമ്പിൽ വെച്ച് എങ്ങനെ അങ്ങയോട് ചോദിക്കും? ഇത് കേട്ടപ്പോ ഹിമവാൻ പറഞ്ഞു, ശങ്കിക്കേണ്ട ദേവി, പുത്രിയുടെ വിവാഹകാര്യത്തിൽ പിതാവിനെ പോലെ തന്നെ മാതാവിനും മഹത്വമുണ്ട്. കാര്യം എന്തു തന്നെയെങ്കിലും ആചാര്യന്മാരുടെ മുമ്പിൽ വെച്ച് അത് പറയൂ. എന്തിനാ അത് മറച്ചു നിന്ന് പറയുന്നത്? എന്തിനാ മനസ്സിൽ വെച്ചിരിക്കുന്നത്? വന്നിരിക്കുന്ന ആചാര്യന്മാരുടെ മുമ്പിൽ തന്നെ അത് പറയൂ. മേനാദേവി വന്ന് പറഞ്ഞു, മുൻപ് ദക്ഷപുത്രിയായ ദാക്ഷായണിയെ പരിണയം ചെയ്തിരുന്ന ഭഗവാൻ കോപിഷ്ഠനായി
തന്റെ കിങ്കരന്മാരെ നിയോഗിച്ച് ദക്ഷന്റെ ശിരസ് അർപ്പിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരം പ്രവണതകൾ ഈശ്വരൻ വീണ്ടും ആവർത്തിക്കുമെങ്കിൽ ഈ ഉള്ളവളുടെ മംഗല്യഭാഗ്യം. വാക്കുകൾ പറഞ്ഞു തീർക്കാൻ മേനാദേവിക്ക് സാധിച്ചില്ല. ദുഃഖഭാരം അവരുടെ തൊണ്ടയിൽ ഇങ്ങനെ വാക്കുകൾ മുറിപ്പിച്ചു കളഞ്ഞു. അവർ കണ്ണീരൊഴുക്കി. മേനാദേവിയുടെ അർത്ഥശൂന്യമായിരിക്കുന്ന സംശയങ്ങൾക്ക് സപ്തർഷികളിൽ ഒരാളായിരിക്കുന്ന അഗസ്ത്യ മഹർഷി നല്ല വാക്കുകളിലൂടെ ഉത്തരം പറഞ്ഞു. അഗസ്ത്യമുനി പറഞ്ഞു, പർവ്വതരാജപത്നി, ഈശ്വരൻ കരുണാമയനാണ്. തന്നെ നിന്ദിച്ചതുകൊണ്ട് മാത്രമായിരുന്നില്ല ദക്ഷന്റെ ഗളം ഛേദം സംഭവിച്ചത്. അവൻ അഹങ്കാരിയായിരുന്നു ദേവി. ശിവനെ നിന്ദിക്കുക മാത്രമല്ല, ശിവയോഗികളെ പുച്ഛിക്കുകയും വിളിക്കാതെയും ദക്ഷൻ നടത്തിയ യാഗത്തിൽ സംബന്ധിക്കുവാനെത്തിയ ദാക്ഷായണിയെ പലരുടെയും മുമ്പിൽ വെച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു. സ്ത്രീകളാൽ സഹിക്കാൻ കഴിയാത്ത ഭർത്താവിന്റെ നിന്ദയിൽ കൂടി ദാക്ഷായണിയെ ദക്ഷൻ അപമാനിക്കുകയും കൂടെ ചെയ്തപ്പോ പതിവ്രതാരത്നമായിരിക്കുന്ന ദാക്ഷായണിയുടെ മനസ്സിലുണ്ടായ ഉത്കടമായിരിക്കുന്ന ദുഃഖത്തിൽ നിന്ന് വന്ന അഗ്നി ശിവകോപ രൂപം പ്രാപിച്ച് ദക്ഷകള വിച്ഛേദം നടത്തുകയാണ് ഉണ്ടായത്. അഹങ്കാരം നശിപ്പിക്കണമെന്നും ദുഃഖിതർക്ക് ആശ്രയവും അഭയവും നൽകണമെന്നുള്ളതാണ് ശിവഭഗവാന്റെ മതം. ശ്രീ പാർവതീദേവിയെ ഗംഗാധരൻ പരിണയം ചെയ്യുന്നതിൽ കൂടി നിങ്ങൾ ധന്യരിൽ ധന്യരായി തീരുന്നതാണ്. സമസ്ത ലോക ചരാചരങ്ങളും സന്തുഷ്ടരാവും. അതിനു വേണ്ടിയാണ് ശിവന്റെ മനസ്സ് കൊതിക്കുന്നത്. ദുഷ്ടന്മാരുടെ അഹങ്കാര ശമനത്തിൽ കൂടി മാത്രമേ ശിഷ്ടരക്ഷണം പരിപൂർണമാവുകയുള്ളൂ എന്നതാണ് ശിവതത്വം. അഗസ്ത്യര് പറഞ്ഞ ഈ നല്ല വാക്കുകൾ പർവ്വതരാജപത്നിയുടെ സംശയങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്തു. തങ്ങളുടെ പ്രിയപ്പെട്ട മകളെ ശ്രീ ശങ്കരദേവനെ കന്യാദാനം ചെയ്യുവാൻ പർവ്വതരാജ ദമ്പതിമാർ പരിപൂർണ സമ്മതം നൽകി. സന്തുഷ്ടരായ മഹർഷിമാർ അവർക്ക് സർവമംഗളങ്ങളും നേർന്നുകൊണ്ട് കൈലാസാദ്രിയിലെത്തി. അവിടെ എത്തിയ സപ്തർഷിമാർ ഈശ്വര ദർശനം നടത്തി, മഹാദേവനെ കണ്ടു. എന്നിട്ടോ പാർവതി പരിണയത്തിന് ഹിമവാനും പത്നിയും സർവസമ്മതവും അരുളി എന്ന മംഗളകരമായിരിക്കുന്ന വാർത്ത ഭഗവാനെ അറിയിച്ചു. ഈശ്വരന്റെ അനുഗ്രഹങ്ങൾ നേടി സപ്തർഷിമാർ ഭഗവാന്റെ പാദങ്ങളെ വന്ദിച്ച് അവരവരുടെ വാസസ്ഥാനങ്ങളിലേക്ക് മടങ്ങി. നാളെ വിവാഹ മണ്ഡപ അലങ്കാരമാണ്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. രാധാ പവനപുരേശൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. ഇനി ശ്രീജിത്ത് CPU പ്രഭു ചോദിച്ചിട്ടുണ്ട് വിഷ്ണുമായ സ്വാമി എന്ന്. അത് ഞാൻ വിഷ്ണുമായ സ്വാമിയുടെ പുരാണം എടുത്തു തരാം കേട്ടോ, അപ്പൊ മനസ്സിലാവും. വിഷ്ണുമായ സ്വാമിയുടെ പുരാണം എവിടെയുണ്ട് അതും അറിഞ്ഞിരിക്കണം. ആരാണ് വിഷ്ണുമായ ചാത്തൻ സ്വാമി എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അത് ഞാൻ എടുത്തു തരാം. ഇത് കഴിയട്ടെ. ഇത് കഴിയുമ്പം ആ പുരാണം ഒരിക്കലും എടുത്തു തരാം കേട്ടോ, ഉറപ്പായിട്ടും എടുത്തു തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഹാപ്പി ആയോ? 8:30 മുതൽ 10 മണി വരെ സ്കന്ദപുരാണം കേട്ട് നമ്മൾ അങ്ങനെ കൈലാസത്തിലൂടെ യാത്ര ചെയ്തു അല്ലെ? പാർവതി ദേവിയും ബ്രാഹ്മണനായി വന്ന മഹാദേവനും തമ്മിലുള്ള അടിയും പിടിയും എല്ലാം നമ്മൾ കേട്ടു. സന്തോഷമായോ സ്കന്ദപുരാണത്തിലൂടെ ഇത്രയും കഥകളൊക്കെ കേട്ടപ്പം? പറയൂ, ഹാപ്പി ആയോ? ശരി രാജലക്ഷ്മി അമ്മ, ഭഗവാന്റെ കാരുണ്യം അത്രേ പറയാൻ പറ്റൂ. സുധാമ പറയുന്നു ഹാപ്പി. ശ്രീജിത്ത് പ്രഭു ഓക്കെ ഓക്കെ എടുത്തരാം, ഉറപ്പായിട്ട് എടുത്തരാം. നമുക്ക് രണ്ടു കൂട്ടർക്കും പഠിക്കാലോ. ഹാപ്പി, എല്ലാവരും ഹാപ്പി. അപ്പൊ എല്ലാവരും മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക. ആദ്യമായി കേൾക്കുകയാണ്, ഓ സൂപ്പർ.
സൂര്യലത മാതാജി പറയുന്നു ഹാപ്പിയാണെന്ന്. ഇഷ്ടപ്പെട്ടു ജ്യോതി മാതാജി. സന്തോഷം ശ്രീജിത്ത് പ്രഭു. പുഷ്പ മാതാജി ഇഷ്ടപ്പെട്ടു. ദിവ്യ മാതാജി ഇഷ്ടപ്പെട്ടു. ഹര ഹര മഹാദേവ്. സിനി മാതാജി. വിനോദ് കുമാർ പ്രഭു വെരി വെരി ഹാപ്പി. ജയപ്രകാശ് പ്രഭു സന്തോഷം. മിനി മാതാജി ഹാപ്പി. വിജയകുമാരി മാതാജി ഹാപ്പി. സരസു ബാല മാതാജി ഹാപ്പി. കലാകുമാരി മാതാജി ഹാപ്പി. ജ്യോതി മാതാജി ഹാപ്പി. എങ്കിൽ ഞാൻ നോക്കട്ടെ ഇവരെല്ലാവരും ഷെയർ ചെയ്തു. മാക്സിമം ഷെയർ ചെയ്യൂ കേട്ടോ. എല്ലാവരിലേക്കും നമ്മുടെ സ്കന്ദപുരാണം എത്തിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നല്ലൊരു ദിവസം നാളെ ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ശുഭരാത്രി. ഹരേ കൃഷ്ണ. ഹര ഹര മഹാദേവ്. ഓം ശ്രീ മാത്രേ നമഃ.